Hello all, welcome to mFavor Learning app. Okay, so നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. സോ ഇനി കറക്റ്റ് 1 വീക്കാണ് ഉള്ളത് എക്സാമിന്. സോ നന്നായി ഹാർഡ് വർക്ക് ചെയ്യുക, നല്ലോണം സ്റ്റഡി ചെയ്യുക, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കാര്യങ്ങളൊക്കെ വർക്കൗട്ട് ചെയ്യുക. നമ്മൾ വെക്കുന്ന റിവിഷൻ ക്ലാസ് ലൈവ് ക്ലാസ്സിൽ കറക്റ്റായിട്ട് തന്നെ ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യുക, റെക്കോർഡ് സെഷൻസ് ഫുള്ളായി കേൾക്കുക, ഡൗട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഉടനെ തന്നെ ഓൺ ദ സ്പോട്ട് തന്നെ ക്ലിയർ ചെയ്യുക. ഓക്കെ, സോ എനിക്ക് മെസ്സേജ് ചെയ്താൽ മതി, ഞാൻ ഉടനെ തന്നെ എപ്പോഴാണ് ഫ്രീ എന്ന് വെച്ചാൽ റെസ്പോണ്ട് ചെയ്യാം. സോ കറക്റ്റായിട്ട് എല്ലാ ഡൗട്ടും ക്ലിയർ ചെയ്യാം. ഓക്കെ, സോ ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ നിങ്ങൾ അറ്റൻഡ് ചെയ്യാം. അതേപോലെ കുറേ ഷോർട്ട് കട്ട് മെത്തേഡ്സ് ഒക്കെ ഓരോ ക്ലാസ്സിനും പറഞ്ഞു തരുന്നുണ്ട്. അതൊക്കെ നന്നായി പഠിച്ചു വെക്കുക, വളരെ ഈസി ആയിട്ട് വർക്കൗട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഇന്നത്തെ ക്ലാസ്. ഓക്കെ, സോ ഇന്ന് എടുക്കാൻ പോകുന്ന ടോപ്പിക്സ് എന്ന് പറയുന്നത് ആക്ച്വലി ഇപ്പോൾ നമ്മൾ എന്താ പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ചാൽ മെയിനായിട്ട് ബിൽ ഓഫ് എക്സ്ചേഞ്ച്, പ്രോമിസറി നോട്ട്, അതേപോലെ നെഗോഷിയേഷൻ, അങ്ങനെയുള്ള നമുക്കൊരു ചാപ്റ്റർ ഉണ്ട്. അതേപോലെ വോയേജ് അക്കൗണ്ട് അല്ലേ. സോ അതിന് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസും പ്രോബ്ലമാണ് നമ്മൾ ഇന്ന് വർക്കൗട്ട് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ആണ് ബിൽ ഓഫ് എക്സ്ചേഞ്ച്. സോ ബിൽ ഓഫ് എക്സ്ചേഞ്ച് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. സോ നിങ്ങൾ ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ നമ്മുടെ ഹെഡിങ് കൊടുത്തിട്ടുണ്ട്. സോ അത് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. സോ അത് ഓരോന്നും മനസ്സിലാക്കി വെക്കുക. ഓക്കെ, സോ നമുക്ക് തന്നിരിക്കുന്നത് ഫസ്റ്റ് എ ബിൽ ഓഫ് എക്സ്ചേഞ്ച് മസ്റ്റ് ബി. ഒരു ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്ന് വെച്ചാൽ എങ്ങനെ ഉണ്ടായിരിക്കണം എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, സോ ഇവിടെ ഓപ്ഷൻ എ ഓറൽ, ബി ഇംപ്ലൈഡ്, സി ഇൻ റൈറ്റിംഗ്, ഡി വെർബൽ. ഇതാണ് നമുക്ക് ഓപ്ഷൻസ് തന്നിരിക്കുന്നത്. ഓക്കെ, സോ ഒരു ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്ന് പറയുമ്പോൾ എന്തിന്റെ ഫോമുല ആയിരിക്കണം ഉണ്ടാവുന്നത്? റൈറ്റിംഗ് അല്ലേ, എഴുതിയ അതിന്റെ ഫോമുല ആയിരിക്കും ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഉണ്ടാവുക. സോ എ ബിൽ ഓഫ് എക്സ്ചേഞ്ച് മസ്റ്റ് ബി എന്തായിരിക്കണം? ഇൻ റൈറ്റിംഗ് ഫോമിലായിരിക്കണം ഉണ്ടാവേണ്ടത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് ദ പാർട്ടി ഹൂ പ്രിപ്പയർ ദ ബിൽ ഓഫ് എക്സ്ചേഞ്ച്. ഒരു പാർട്ടി, അതായത് ഒരു പേഴ്സൺ ഉണ്ട്, ആ പേഴ്സൺ ആയിരിക്കും എന്ത് ചെയ്യുക? ബിൽ ഓഫ് എക്സ്ചേഞ്ച് പ്രിപ്പയർ ചെയ്യുക. സോ ആ പേഴ്സണെ പറയുന്നത് ആരാണ്? അതായത് ഓപ്ഷൻ എ ഡ്രോയി, ബി ഡ്രോയർ, സി പേയി, ഡി എൻഡോഴ്സർ. നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ഡ്രോയർ ആണ്. ഓക്കെ, സോ ഡ്രോയർ ആണ്. അപ്പോൾ ആ ഡ്രോയർ ആണ് എന്ത് ചെയ്യുന്നത്? ദ പാർട്ടി ഹൂ പ്രിപ്പയർ ദ ബിൽ ഓഫ് എക്സ്ചേഞ്ച്. ബിൽ ഓഫ് എക്സ്ചേഞ്ച് പ്രിപ്പയർ ചെയ്യുന്ന പാർട്ടിയാണ് ആരെന്ന് പറയുന്നത്? ഡ്രോയർ എന്ന് പറയുന്നതാണ്. ദ പാർട്ടി ഹൂ പ്രിപ്പയർ ദ ബിൽ ഓഫ് എക്സ്ചേഞ്ച് ആണ് എന്തെന്ന് പറയുന്നത്? ഡ്രോയർ. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് എ ബിൽ ഓഫ് എക്സ്ചേഞ്ച് മസ്റ്റ് ബി അക്സെപ്റ്റഡ് ബൈ. ആക്ച്വലി ഇവിടെ ബിൽ ഓഫ് എക്സ്ചേഞ്ച് ആരായിരിക്കണം അക്സെപ്റ്റ് ചെയ്യേണ്ടത്? ഓപ്ഷൻ എ ഡ്രോയർ, ബി എൻഡോഴ്സർ, സി ഡ്രോയി, ഡി പേയി. സോ നമ്മുടെ ആൻസർ എന്താണ്? ഓപ്ഷൻ സി ഡ്രോയി ആണ്. സോ ഒരു ബിൽ ഓഫ് എക്സ്ചേഞ്ച് ആരായിരിക്കണം അക്സെപ്റ്റ് ചെയ്യേണ്ടത്? ഡ്രോയി ആയിരിക്കണം അക്സെപ്റ്റ് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്. ഇതിൽ ഏതാണ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് എന്നാണ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓപ്ഷൻ എ ചെക്ക്, ബി പ്രോമിസറി നോട്ട്, സി ബിൽ ഓഫ് എക്സ്ചേഞ്ച്, ഡി ഓൾ ഓഫ് ദ എബോവ്. സോ ഇതിൽ ഏതാ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് എന്ന് പറയുന്നത്? നമുക്കറിയാം നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾ ആദ്യം നോട്ട് ചെയ്ത് വെക്കുക. നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ട് എന്ന് പറയുന്നത് 1881 നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ട് കേട്ടോ. സോ ഇതിൽ ഏതൊക്കെയാണെന്ന് ചോദിച്ചിരിക്കുന്നത്? നമുക്കറിയാം ചെക്ക് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആണ്, അതേപോലെ പ്രോമിസറി നോട്ട് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്, ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഓൾസോ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്. സോ നമ്മുടെ ആൻസർ എന്താ? ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദ എബോവ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് ദ ടൈം പീരീഡ് ആഫ്റ്റർ വിച്ച് എ ബിൽ ബിക്കംസ് ഡ്യൂ. അതായത് ബില്ല് ഡ്യൂ ആയതിനു ശേഷം, ടൈം പീരീഡിന് ശേഷം ബില്ല് ഡ്യൂ ആയി കഴിഞ്ഞാൽ എന്തായിരിക്കും ചോദിച്ചിരിക്കണം. സോ ടൈം പീരീഡ് ആഫ്റ്റർ വിച്ച് എ ബിൽ ഡ്യൂ ആയി കഴിഞ്ഞാൽ ടൈം പീരീഡ് എന്താണ്? ഓപ്ഷൻ എ ഡ്യൂ ഡേറ്റ്, ബി ഗ്രേസ് പീരീഡ്, സി മെച്യൂരിറ്റി പീരീഡ്, ഡി അക്സെപ്റ്റൻസ് പീരീഡ്. ആക്ച്വലി നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് മെച്യൂരിറ്റി പീരീഡ് ആണ്. സോ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ബിൽ ഓഫ് എക്സ്ചേഞ്ചിന് റിലേറ്റ് ചെയ്തിട്ട് വരുന്നതാണ്. ഓക്കെ, സോ എന്തൊക്കെയാണ് നമുക്ക് ജസ്റ്റ് ഒന്ന് ഓവറോൾ ആയിട്ട് പറയാം. എ ബിൽ ഓഫ് എക്സ്ചേഞ്ച് മസ്റ്റ് ബി ഇൻ റൈറ്റിംഗ് ഫോമുല ആയിരിക്കണം ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ദ പാർട്ടി ഹൂ പ്രിപ്പയർ ദ ബിൽ ഓഫ് എക്സ്ചേഞ്ച്. ആരാണോ ബിൽ ഓഫ് എക്സ്ചേഞ്ച് പ്രിപ്പയർ ചെയ്യുന്നത് ആ പാർട്ടിയാണ് ഡ്രോയർ. നെക്സ്റ്റ് എ ബിൽ ഓഫ് എക്സ്ചേഞ്ച് മസ്റ്റ് ബി അക്സെപ്റ്റഡ് ബൈ ഡ്രോയർ. ഒരു ബിൽ ഓഫ് എക്സ്ചേഞ്ച് വന്നിട്ട് ആരാണ് അക്സെപ്റ്റ് ചെയ്യാന്ന് വെച്ചാൽ ഡ്രോയി ആണ് എന്ത് ചെയ്യുക? ബിൽ ഓഫ് എക്സ്ചേഞ്ച് അക്സെപ്റ്റ് ചെയ്യുക. അതാണ് എ ബിൽ ഓഫ് എക്സ്ചേഞ്ച് മസ്റ്റ് ബി അക്സെപ്റ്റഡ് ബൈ ഡ്രോയി. ഓക്കെ, അടുത്തതാണ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്? ദാറ്റ് ഈസ് ചെക്ക്, പ്രോമിസറി നോട്ട്, ബിൽ ഓഫ് എക്സ്ചേഞ്ച്, ഓൾ ഓഫ് ദ എബോവ്. ഇതിലെല്ലാം എന്താണ്? നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് ദ ടൈം പീരീഡ് ആഫ്റ്റർ വിച്ച് എ ബിൽ ബിക്കം ഡ്യൂ. സോ ബില്ല് ഡ്യൂ ആയ ആ ടൈം പീരീഡിന് പറയുന്നത് എന്താണ്? ഓപ്ഷൻ സി ആണ് മെച്യൂരിറ്റി പീരീഡ്. ഓക്കെ, ഇനി നമുക്ക് പ്രോമിസറി നോട്ട് എന്താന്ന് നമുക്ക് നോക്കാം. പ്രോമിസറി നോട്ട് ഈസ് മെയ്ഡ് ബൈ. സോ പ്രോമിസറി നോട്ട് ആക്ച്വലി ഏതാണ്, എങ്ങനെയാണ് മെയ്ഡ് ചെയ്യുന്നത് ചോദിച്ചിരിക്കുന്നത്?
ഓപ്ഷൻ എ ക്രെഡിറ്റർ, ബി ഡെപ്റ്റർ, സി പേയി, ഡി ഡ്രോയി. സോ നമ്മുടെ ആൻസർ എന്താണ്? ഓപ്ഷൻ ബി ഡെപ്റ്റർ ആണ്. ഓക്കെ, സോ ഇവിടെ എന്താണ്? പ്രോമിസറി നോട്ട് ഈസ് മെയ്ഡ് ബൈ. സോ പ്രോമിസറി നോട്ട് ആരാ മെയ്ഡ് ചെയ്തിരിക്കുന്നത്? ഡെപ്റ്റർ ആണ് മെയ്ഡ് ചെയ്തിരിക്കുന്നത്. ക്രെഡിറ്റർ, ഡെപ്റ്റർ, പേയി, ഡ്രോയി. സോ ഓപ്ഷൻ ബി ഡെപ്റ്റർ ആണ് എന്ത് കൊടുത്തിരിക്കുന്നത്? പ്രോമിസറി നോട്ട് മെയ്ഡ് ചെയ്തിരിക്കുന്നത്. സോ പ്രോമിസറി നോട്ട് ഈസ് മെയ്ഡ് ബൈ ഡെപ്റ്റർ. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എസെൻഷ്യൽ ഇൻ എ പ്രോമിസറി നോട്ട്? ഇതിൽ ഏതാണ് പ്രോമിസറി നോട്ടിൽ എസെൻഷ്യൽ എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ കണ്ടീഷണൽ പ്രോമിസ്, ബി അൺകണ്ടീഷണൽ പ്രോമിസ് ടു പേ, സി ഓറൽ കമ്മിറ്റ്മെന്റ്, ഡി എൻഡോഴ്സ്മെന്റ്. ഇതിൽ ഏതാണ് പ്രോമിസറി നോട്ടിൽ എസെൻഷ്യൽ എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. സോ ആക്ച്വലി എന്താണ് നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ പ്രോമിസറി നോട്ട് എന്ന് പറയുന്നത് അൺകണ്ടീഷണൽ പ്രോമിസ് ടു പേ ആണ്. അതായത് ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ. സോ അതാണ് ചോദിച്ചിരിക്കുന്നത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എസെൻഷ്യൽ ഇൻ എ പ്രോമിസറി നോട്ട്? പ്രോമിസറി നോട്ടിൽ ഏതാണ് എസെൻഷ്യൽ അതാണ് ചോദിച്ചിരിക്കുന്നത്. കണ്ടീഷണൽ പ്രോമിസ്, അൺകണ്ടീഷണൽ പ്രോമിസ് ടു പേ, ഓറൽ കമ്മിറ്റ്മെന്റ്, എൻഡോഴ്സ്മെന്റ്. എന്താണ് പ്രോമിസറി നോട്ടിലെ എസെൻഷ്യൽ? അൺകണ്ടീഷണൽ പ്രോമിസ് ടു പേ ആണ്. ഓക്കെ, സോ അവിടെ പ്രത്യേകിച്ച് അൺകണ്ടീഷണലിന്റെ മീനിങ് എന്താ? പ്രത്യേകിച്ച് കണ്ടീഷൻസ് കാര്യങ്ങളോ ഒന്നും മെൻഷൻ ചെയ്തിട്ടുണ്ടാവൂല. ഓക്കെ ഓക്കെ, ഹലോ ദുർഗ. ഓക്കെ, എല്ലാ ഇപ്പോൾ ക്ലിയർ ആവുന്നുണ്ടോ? ക്വസ്റ്റ്യൻസ് എല്ലാം കിട്ടുന്നുണ്ടോ? ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് ദ പേഴ്സൺ ഹൂ മേക്ക് ദ പ്രോമിസറി നോട്ട്. ആരാണോ പ്രോമിസറി നോട്ട് മേക്ക് ചെയ്യണേ ആ പേഴ്സൺ ആണ് ആര്? ഓപ്ഷൻ എ ഡ്രോയർ, ബി പേയി, സി മേക്കർ, ഡി ഡ്രോയി. സോ നമ്മുടെ ആൻസർ എന്ന് പറയുന്നതാണ് ആരാണോ പ്രോമിസറി നോട്ട് മേക്ക് ചെയ്യുന്നത് ആ പേഴ്സണെ പറയുന്നതാണ് ഓപ്ഷൻ സി മേക്കർ ആണ്. സോ അതാണ് ദ പേഴ്സൺ ഹൂ മേക്ക് ദ പ്രോമിസറി നോട്ട് ഈസ് കോൾഡ് മേക്കർ. സോ ആരാണോ പ്രോമിസറി നോട്ട് മേക്ക് ചെയ്യുന്നത് ആ പേഴ്സണെ പറയുന്നതാണ് എന്തെന്ന്? മേക്കർ. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് എ പ്രോമിസറി നോട്ട് മസ്റ്റ് ബി. ഒരു പ്രോമിസറി നോട്ട് എന്ന് പറഞ്ഞാൽ അത് എന്തായിരിക്കണം? ഓപ്ഷൻ എ സൈൻഡ് ബൈ ബോത്ത് പാർട്ടീസ്, ബി സൈൻഡ് ബൈ ദ മേക്കർ ഓൺലി, സി സൈൻഡ് ബൈ ദ പേയി, ഡി നോട്ട് റിക്വയർഡ് ടു ബി സൈൻഡ്. സോ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? പ്രോമിസറി നോട്ട് മസ്റ്റ് ബി. ആരായിരിക്കും പ്രോമിസറി നോട്ട് എന്ന് പറയുന്നത്? ആക്ച്വലി അവിടെ മേക്കർ സൈൻ ചെയ്തിരിക്കണം. ഓക്കെ, സോ എന്തായിരുന്നു? ഓപ്ഷൻ ബി ആണ് ആൻസർ. ഓക്കെ, അടുത്തതാണ് പ്രോമിസറി നോട്ട് കണ്ടെയ്ൻസ് ആൻ. ഒരു പ്രോമിസറി നോട്ടിൽ എന്താണ് ഉണ്ടാവുക? ഓപ്ഷൻ എ റിക്വസ്റ്റ് ടു പേ, ബി ഓർഡർ ടു പേ, സി പ്രോമിസ് ടു പേ, ഡി കമാൻഡ് ടു പേ. സോ എന്താണ് ആൻസർ? ഓപ്ഷൻ സി ആണ് പ്രോമിസ് ടു പേ. ഓക്കെ, സോ അപ്പൊ നമ്മളിപ്പോ എന്തൊക്കെയാണ് നോക്കിയത്? അതായത് ഇപ്പൊ നോക്കിയ ക്വസ്റ്റ്യൻസ് ഏത് ബേസ് ചെയ്തിട്ടാണ്? പ്രോമിസറി നോട്ട് ബേസ് ചെയ്തിട്ടാണ്. നമുക്ക് ജസ്റ്റ് ഓവറോൾ ആയി നോക്കാം. എ പ്രോമിസറി നോട്ട് ഈസ് മെയ്ഡ് ബൈ ഡെപ്റ്റർ. ഓക്കെ, ഓപ്ഷൻ ബി ആണ്. നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എസെൻഷ്യൽ ഇൻ എ പ്രോമിസറി നോട്ട്? പ്രോമിസറി നോട്ടിൽ ഏതാണ് എസെൻഷ്യൽ? ഓപ്ഷൻ ബി അൺകണ്ടീഷണൽ പ്രോമിസ് ടു പേ. നെക്സ്റ്റ് വൺ, ദ പേഴ്സൺ ഹൂ മേക്ക് ദ പ്രോമിസറി നോട്ട് ഈസ് കോൾഡ്. സോ ആരാണോ പ്രോമിസറി നോട്ട് മേക്ക് ചെയ്യുന്നത് സോ ആ പേഴ്സൺ ആണ് മേക്കർ. ഓക്കെ, നെക്സ്റ്റ് എ പ്രോമിസറി നോട്ട് മസ്റ്റ് ബി. സോ പ്രോമിസറി നോട്ട് എന്ന് പറയുമ്പോൾ എന്തായിരിക്കണം? ഇറ്റ് ഈസ് സൈൻഡ് ബൈ ദി മേക്കർ ഓൺലി. ഓക്കെ, ഇനി പ്രോമിസറി നോട്ട് കണ്ടെയ്ൻസ്. ഒരു പ്രോമിസറി നോട്ടിൽ എന്താ ഉണ്ടാവുക? പ്രോമിസ് ടു പേ. ഓപ്ഷൻ സി. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കാം ചെക്ക് ആണ്. സോ എന്താണ് ആദ്യം നമുക്ക് ചെക്ക് എന്താണെന്ന് നോക്കാം. ഓക്കെ, ശ്രദ്ധിക്കുക. എ ചെക്ക് ഈസ്, എ ചെക്ക് എന്ന് വെച്ചാൽ എന്താണ്? ഓപ്ഷൻ എ ബിൽ ഓഫ് എക്സ്ചേഞ്ച്, ബി പ്രോമിസറി നോട്ട്, സി നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്, ഡി ബോത്ത് എ ആൻഡ് സി. സോ നമുക്കറിയാം ഒരു ചെക്ക് എന്ന് പറയുന്നത് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ഡി ആണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ് ഓപ്ഷൻ ഡി എന്ന് വെച്ചാൽ ഒരു ചെക്ക് എന്ന് പറയുന്നത് ഒരു നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റും ആണ്, ഒരു ബിൽ ഓഫ് എക്സ്ചേഞ്ചും ആണ്. അതാണ് ഓപ്ഷൻ എ ആൻഡ് സി ഇത് കൊടുത്തിരിക്കുന്നത്. ദാറ്റ് ഈസ് ഓപ്ഷൻ ഡിയിലാണ് ബോത്ത് എ ആൻഡ് സി. അപ്പൊ നമ്മുടെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. സോ ചെക്ക് എന്ന് പറയുന്നത് എന്താണ്? നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റും ആണ്, അതേപോലെ തന്നെ എന്തും കൂടിയാണ്? ബിൽ ഓഫ് എക്സ്ചേഞ്ചും കൂടിയാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് ചെക്ക് ഈസ് ഓൾവേസ് പേയബിൾ ഓൺ. ആക്ച്വലി ചെക്ക് എപ്പോഴാണ് പേ ചെയ്തിരിക്കുന്നത് എന്നാണ് ക്വസ്റ്റ്യനിൽ ആക്ച്വലി ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, സോ മനസ്സിലാക്കണം. ഓപ്ഷൻ എ ഡിമാൻഡ്, ബി ഫ്യൂച്ചർ ഡേറ്റ്, സി ആഫ്റ്റർ നോട്ടീസ്, ഡി ഓൺ പ്രസന്റേഷൻ ആഫ്റ്റർ മെച്യൂരിറ്റി. സോ ചെക്ക് ഈസ് ഓൾവേസ് പേയബിൾ ഓൺ. ചെക്ക് എപ്പോഴും എപ്പോൾ പേ ചെയ്യണം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എപ്പോഴാണോ ഡിമാൻഡ് ആ സമയത്ത് പേ ചെയ്തിരിക്കുന്നത്. അതാണ് ഓപ്ഷൻ എ ഡിമാൻഡ് ആണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാം. നെക്സ്റ്റ് ആണ് ദ ഡ്രോയർ ഓഫ് എ ചെക്ക് ഈസ് ദ. അതായത് ചെക്കിന്റെ ഡ്രോയർ എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചിരിക്കുന്നത്. എ ബാങ്ക്, ബി കസ്റ്റമർ, സി പേയി, ഡി ബിയറർ. സോ ഡ്രോയർ ഓഫ് എ ചെക്ക് എന്ന് പറയുമ്പോൾ ആരാണ്? ആക്ച്വലി ബി കസ്റ്റമർ ആണ്. സോ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ബി. ഓക്കെ, അടുത്തതാണ് എ സ്റ്റെയിൽ ചെക്ക് ഈസ് വൺ വിച്ച് ഈസ്. ആക്ച്വലി ഒരു സ്റ്റെയിൽ ചെക്ക് എന്ന് വെച്ചാൽ എന്താണ്? ഓപ്ഷൻ എ പോസ്റ്റ് ഡേറ്റഡ്, ബി ഡേറ്റഡ് ടുഡേ, സി മോർ ദാൻ 3 months ഓൾഡ്, ഡി സൈൻഡ് ബൈ 2 persons. സോ ഒരു സ്റ്റെയിൽ ചെക്ക് എന്ന് വെച്ചാൽ എന്താണ്? സ്റ്റെയിൽ ചെക്ക് ഈസ് വൺ വിച്ച് ഈസ്
ഇപ്പം എന്തായിരിക്കും ചോദിച്ചിരിക്കുന്നത്? സോ ഓപ്ഷൻ സി ആണ്, മോർ ദാൻ 3 months ഓൾഡ്. ഓക്കെ, സോ അതാണ് ഒരു സ്റ്റൈൽ ചെക്ക് എന്ന് വെച്ചാൽ. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് എ ക്രോസ്ഡ് ചെക്ക് ഈസ്. ഒരു ക്രോസ് ചെയ്ത ചെക്ക് എന്ന് പറയുന്നത് എന്താണ്? എ ക്രോസ്ഡ് ചെക്ക് ഈസ് ഓപ്ഷൻ എ പേയബിൾ ടു ബിയറർ, ബി പേയബിൾ അറ്റ് കൗണ്ടർ, സി പേയബിൾ ഓൺലി ത്രൂ എ ബാങ്ക്, ഡി ഇൻവാലിഡ്. സോ ഇവിടെ നമ്മുടെ ആൻസർ എന്ന് പറയുമ്പോൾ എന്താണ്? ക്രോസ്ഡ് ചെക്ക് എന്ന് പറയുമ്പോൾ എന്താ? ഓപ്ഷൻ സി ആണ്, പേയബിൾ ഓൺലി ത്രൂ എ ബാങ്ക് ആണ് ഓപ്ഷൻ സി. ഓക്കെ, സോ അപ്പൊ എന്തൊക്കെയാണ് നമ്മുടെ ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കാം. സോ ചെക്ക് എന്ന് വെച്ചാൽ ജസ്റ്റ് ഓവറോൾ ആയിട്ട് പറയാം, എ ചെക്ക് ഈസ് എ ബിൽ ഓഫ് എക്സ്ചേഞ്ചും ആണ്, നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റും ആണ്. ഓക്കെ, നെക്സ്റ്റ് ആണ് ചെക്ക് ഈസ് ഓൾവേസ് പേയബിൾ ഓൺ. എപ്പോഴാണ് ചെക്ക് പേ ചെയ്യുക? ഡിമാൻഡിലാണ് പേ ചെയ്യുക. അതാണ് ചെക്ക് ഈസ് ഓൾവേസ് പേയബിൾ ഓൺ ഡിമാൻഡ്. ഓക്കെ, നെക്സ്റ്റ് ആണ് ദ ഡ്രോയർ ഓഫ് എ ചെക്ക് ഈസ് എ. ഡ്രോയർ ഓഫ് എ ചെക്ക് എന്ന് പറയുമ്പോൾ ആരാണ്? കസ്റ്റമർ ആണ്. നെക്സ്റ്റ് എ സ്റ്റൈൽ ചെക്ക് ഈസ് വൺ വിച്ച് ഈസ്. ഒരു സ്റ്റൈൽ ചെക്ക് എന്ന് പറയുമ്പോൾ എന്തായിരിക്കണം? മോർ ദാൻ 3 months ഓൾഡ് ആണ്. ഓക്കെ, നെക്സ്റ്റ് ആണ് എ ക്രോസ്ഡ് ചെക്ക് എന്ന് പറയുന്നത് ഈസ് പേയബിൾ ഓൺലി ത്രൂ ബാങ്ക് ആണ്. ഓക്കെ, സോ ഇപ്പൊ നമ്മൾ എടുത്തത് എന്തൊക്കെയാന്ന് വെച്ചാൽ ദാറ്റ് ഈസ് ഫസ്റ്റ് തൊട്ട് ബിൽ ഓഫ് എക്സ്ചേഞ്ച്, പ്രോമിസറി നോട്ട്, ചെക്ക്. ഓക്കെ, ഓക്കെ ദുർഗ ക്ലിയർ ആയോ? ഓക്കെ, നെക്സ്റ്റ് ആണ് കൈൻഡ്സ് ഓഫ് ബില്ലാണ്. സോ എന്തൊക്കെയാണ് കൈൻഡ്സ് ഓഫ് ബിൽ എന്ന് നമുക്ക് നോക്കാം. എ ബിൽ വിച്ച് ഈസ് ഡോൺ ഫോർ എ ജെനുവിൻ ട്രേഡ് ട്രാൻസാക്ഷൻ ഈസ് നോൺ ആസ്. അതായത് ഒരു ബില്ല് വളരെ സത്യസന്ധമായ രീതിയിൽ ട്രേഡ് ട്രാൻസാക്ഷൻ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ബില്ലിനെ പറയുന്നത് എന്താണ്? ഓപ്ഷൻ എ അക്കമഡേഷൻ ബിൽ, ബി ട്രേഡ് ബിൽ, സി ഇൻലാൻഡ് ബിൽ, ഡി ഫോറിൻ ബിൽ. നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്, ട്രേഡ് ബില്ലാണ്. ഓക്കെ, എ ബിൽ വിച്ച് ഈസ് ഡോൺ ഫോർ എ ജെനുവിൻ ട്രേഡ് ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ട്രേഡ് ബില്ലാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് എ ബിൽ ഡ്രോൺ വിത്തൗട്ട് എനി കൺസിഡറേഷൻ. ഒരു ബില്ല് ഡ്രോൺ ചെയ്യണം പ്രത്യേകിച്ച് ഒരു കൺസിഡറേഷൻ കാര്യങ്ങളൊന്നും ഇല്ലാതെ. സോ ഓപ്ഷൻ എ ട്രേഡ് ബിൽ, ബി ഡോക്യുമെന്ററി ബിൽ, സി അക്കമഡേഷൻ ബിൽ, ഡി യൂസേഴ്സ് ബില്ല്. നമ്മുടെ ആൻസർ എന്താണ്? ഒരു കൺസിഡറേഷനും ഇല്ലാതെ അവിടെ ബില്ല് ഡ്രോൺ ചെയ്യാന്ന് പറയുമ്പോൾ എന്താണ്? അക്കമഡേഷൻ ബില്ലാണ്. ദാറ്റ് ഈസ് ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ. സോ എ ബിൽ ഡ്രോൺ വിത്തൗട്ട് എനി കൺസിഡറേഷൻ എന്താണ്? അക്കമഡേഷൻ ബില്ല്. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് എ ബിൽ ഓഫ് എക്സ്ചേഞ്ച് പേയബിൾ ഓൺ ഡിമാൻഡ്. ഡിമാൻഡ് ടൈമിലായിരിക്കും ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്ത് ചെയ്യുക? പേ ചെയ്യുക. ഓപ്ഷൻ എ ഡിമാൻഡ് ബിൽ, ബി യൂസൻസ് ബിൽ, സി ടൈം ബിൽ, ഡി ഫ്യൂച്ചർ ബിൽ. സോ ഇവിടുത്തെ ആൻസർ എന്താ? ഒരു ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഡിമാൻഡ് ടൈമിലായിരിക്കും എന്ത് ചെയ്യുക? പേ ചെയ്യുക. ഓക്കെ, സോ അതെന്താണ്? ആക്ച്വലി ഡിമാൻഡ് ബില്ലാണ്. ഓപ്ഷൻ എ ഡിമാൻഡ് ബിൽ. ഓക്കെ, ഇനി അടുത്തതാണ് എ ബിൽ ഡ്രോൺ ആൻഡ് പേയബിൾ വിത്തിൻ ദ സെയിം കൺട്രി ഈസ് നോൺ ആസ്. ഒരു ബില്ല് ഡ്രോൺ ചെയ്യുന്നു, പേ ചെയ്യുന്നത് തന്നെ സെയിം കൺട്രിയിൽ തന്നെയാണ് എന്ത് ചെയ്തിരിക്കുന്നത്? പേയ്മെന്റ് ചെയ്യുന്നത്. സോ അതിനെ പറയുന്നത് എന്താണ്? ഈസ് നോൺ ആസ്. ഓപ്ഷൻ എ ഫോറിൻ ബിൽ, ബി ഡോക്യുമെന്ററി ബിൽ, സി ഇൻലാൻഡ് ബിൽ, ഡി ബാങ്ക് ഡ്രാഫ്റ്റ്. സോ ഒരു ബില്ല് ഡ്രോൺ ചെയ്യുന്നു, പേ ചെയ്തിരിക്കുന്നത് വിത്തിൻ സെയിം കൺട്രിയിൽ തന്നെയാണ്. അതിനെ പറയുന്നതാണ് എന്ത്? ഇൻലാൻഡ് ബില്ലാണ്. ഓപ്ഷൻ സി ആണ് ആൻസർ. സോ എ ബിൽ ഡ്രോൺ ആൻഡ് പേയബിൾ വിത്തിൻ ദ സെയിം കൺട്രി എന്ന് വെച്ചാൽ എന്തായിരുന്നു ആൻസർ? ഇൻലാൻഡ് ബിൽ, ഓപ്ഷൻ സി. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് വിച്ച് ബിൽ ഈസ് അക്കംപനൈഡ് ബൈ ഡോക്യുമെന്റ് ഓഫ് ടൈറ്റിൽ ടു ഗുഡ്സ്. സോ ഇതിൽ ഏത് ബില്ലാണ് ഡോക്യുമെന്റ് ഓഫ് ടൈറ്റിൽ ടു ഗുഡ്സ് എന്നുള്ളത്? ഓപ്ഷൻ എ ക്ലീൻ ബിൽ, ബി ഡിമാൻഡ് ബിൽ, സി ഡോക്യുമെന്ററി ബിൽ, ഡി ഇൻലാൻഡ് ബിൽ. സോ നമ്മുടെ ഏത് ബില്ലാണ് ആക്ച്വലി ഡോക്യുമെന്റ് ഓഫ് ടൈറ്റിൽ ടു ഗുഡ്സ് എന്നുള്ളത്? ഏത് ബില്ലിലാണെന്ന് വെച്ചാൽ ഓപ്ഷൻ സി ആണ്, ഡോക്യുമെന്ററി ബില്ല്. ഓക്കെ, ഇനി നമുക്ക് നോക്കാം എന്തൊക്കെയാണ് കൈൻഡ്സ് ഓഫ് ബില്ല് അവരെന്ന് പറഞ്ഞാൽ നമുക്ക് നോക്കാം. ഓക്കെ, കൈൻഡ്സ് ഓഫ് ബില്ലിൽ എ ബിൽ വിച്ച് ഈസ് ഡോൺ ഫോർ എ ജെന്യുവൻ ട്രേഡ് ട്രാൻസാക്ഷൻ ഈസ് നോൺ ആസ്. അതായത് ഒരു ബില്ല് വന്നിട്ട് ജെന്യുവൻ ട്രേഡ് ട്രാൻസാക്ഷൻ കണ്ടക്ട് ചെയ്യുന്ന ബില്ലിനെ പറയുന്നതാണ് എന്തെന്നുള്ളത്? ട്രേഡ് ബില്ലാണ്. നെക്സ്റ്റ് ആണ് എ ബിൽ ഡ്രോൺ വിത്തൗട്ട് എനി കൺസിഡറേഷൻ. ഒരു കൺസിഡറേഷനും ഇല്ലാതെ തന്നെ ബില്ല് ഡ്രോൺ ചെയ്യുന്നതാണ് എന്ത്? അക്കമഡേഷൻ ബില്ല്. ഓക്കെ, നെക്സ്റ്റ് ആണ് എ ബിൽ ഓഫ് എക്സ്ചേഞ്ച് പേയബിൾ ഓൺ ഡിമാൻഡ് ഈസ് കോൾഡ്. ഡിമാൻഡിന് സമയത്തായിരിക്കും ബിൽ ഓഫ് എക്സ്ചേഞ്ച് പേ ചെയ്യുക. അതാണ് എന്ത്? ഓപ്ഷൻ എ ഡിമാൻഡ് ബില്ല്. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് എ ബിൽ ഡ്രോൺ ആൻഡ് പേയബിൾ വിത്തിൻ ദ സെയിം കൺട്രി. സെയിം കൺട്രിയിൽ തന്നെ ഒരു ബില്ല് ഡ്രോൺ ചെയ്യുന്നു, പേ ചെയ്യുന്നു, അതിനെ പറയുന്നതാണ് ഈസ് നോൺ ആസ് ഇൻലാൻഡ് ബിൽ. അതാണ് ഒരു ബില്ല് ഡ്രോൺ ചെയ്യണം, പേ ചെയ്യുന്നത് സെയിം കൺട്രിയാണ് ഇൻലാൻഡ് ബില്ല്. നെക്സ്റ്റ് ആണ് വിച്ച് ബിൽ ഈസ് അക്കംപനീഡ് ബൈ ഡോക്യുമെന്റ് ഓഫ് ടൈറ്റിൽ ടു ഗുഡ്സ് എന്ന് വെച്ചാൽ എന്താണ്? ഡോക്യുമെന്ററി ബില്ല്. ഓക്കെ, സോ ഇത് എത്രയും റിലേറ്റ് ചെയ്തിട്ട് എന്തിനായിരുന്നു? കൈൻഡ്സ് ഓഫ് ബില്ലാണ്. അപ്പൊ നമ്മളിപ്പോ എന്തൊക്കെ ഡിസ്കസ് ചെയ്ത്? ബിൽ ഓഫ് എക്സ്ചേഞ്ച്, പ്രോമിസറി നോട്ട്, ചെക്ക്, കൈൻഡ്സ് ഓഫ് ബില്ല്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ടോപ്പിക് ആണ് പാർട്ടീസ് ടു എ ബില്ല്. ബില്ലിൽ വരുന്ന പാർട്ടീസിന്റെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എന്താ നമുക്ക് നോക്കാം.
ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ദ പേഴ്സൺ ഹൂ റൈറ്റ് ആൻഡ് സൈൻ എ ബിൽ ഓഫ് എക്സ്ചേഞ്ച്. ഒരു പേഴ്സൺ എഴുതുന്നു അതേപോലെ സൈൻ ചെയ്യുന്ന ഒരു ബിൽ ഓഫ് എക്സ്ചേഞ്ച്, അതാണ് എന്ത്? അതായത് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്, ഡ്രോയർ ആണ്. ഓപ്ഷൻ എയില് ഡ്രോയി, ബി പേയി, സി ഡ്രോയർ, ഡി എൻഡോഴ്സർ തന്നിട്ടുണ്ട്. സോ നമ്മുടെ ആൻസർ എന്ന് പറയുമ്പോൾ എന്താണ്? ഡ്രോയർ ആണ്, ഓപ്ഷൻ സി ആണ്. ഓക്കെ, സോ ദ പേഴ്സൺ ഹൂ റൈറ്റ് ആൻഡ് സൈൻ എ ബിൽ ഓഫ് എക്സ്ചേഞ്ച്. ഒരു പേഴ്സൺ വന്നിട്ട് റൈറ്റ് ചെയ്യുന്നു അതേപോലെ സൈൻ ചെയ്യുന്ന ഒരു ബിൽ ഓഫ് എക്സ്ചേഞ്ച്, സോ അതിനെ പറയുന്നതാണ് ആര്? ഡ്രോയർ. ഓക്കെ, ഇനി അടുത്തതാണ് ദ പേഴ്സൺ ഹൂ ഈസ് ഡയറക്റ്റഡ് ടു പേ ദ എമൗണ്ട് മെൻഷൻ ഇൻ ദ ബിൽ ഈസ് കോൾഡ്. അതായത് ഒരു പേഴ്സണിന് നമ്മൾ ഡയറക്ഷൻ കൊടുക്കുകയാണ്, ബില്ലിൽ മെൻഷൻ ചെയ്ത പോലെ തന്നെ എമൗണ്ട് പേ ചെയ്യണം. സോ ആ പേഴ്സണെ പറയുന്നത് എന്താണ്? ഓപ്ഷൻ എ ഡ്രോയർ, ബി എൻഡോഴ്സി, സി ഡ്രോയി, ഡി പേയി. സോ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്, ഡ്രോയി ആണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് ദ പേഴ്സൺ ഹൂ റിസീവ് ദ പേയ്മെന്റ് ഓഫ് എ ബില്ല്. സോ ഒരു പേഴ്സൺ വന്ന് റിസീവ് ചെയ്യണം പേയ്മെന്റ് ഓഫ് ബില്ല്, എത്രയാണോ പേയ്മെന്റ് എന്ന് വെച്ചാൽ റിസീവ് ചെയ്യണം. സോ ആ പേഴ്സണെ പറയുന്നത് എന്താണ്? ഓപ്ഷൻ എ പേയി, ബി ഡ്രോയർ, സി ഡ്രോയി, ഡി അക്സെപ്റ്റർ. സോ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്, പേയി. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് ആഫ്റ്റർ അക്സെപ്റ്റൻസ് ഡ്രോയി ബിക്കംസ്. സോ അക്സെപ്റ്റ് ചെയ്തതിന് ശേഷം ഡ്രോയി ആരാന്ന് ചോദിച്ചിരിക്കുന്നത്? ഓപ്ഷൻ എ ഡ്രോയർ, ബി അക്സെപ്റ്റർ, സി പേയി, ഡി എൻഡോഴ്സർ. സോ നമ്മുടെ ആൻസർ എന്താണ്? ഓപ്ഷൻ ബി അക്സെപ്റ്റർ ആണ്. ഓക്കെ, അടുത്തതാണ് ഇഫ് ദ ഡ്രോയർ ആൻഡ് പേയി ആർ ദ സെയിം പേഴ്സൺ ദെൻ ദ ബിൽ ഈസ് കോൾഡ്. അത് ഡ്രോയറും പേയും സെയിം പേഴ്സൺ ആണ്. ആ ബില്ലിനെ പറയുന്നത് എന്താണ്? ട്രേഡ് ബിൽ, ഇൻലാൻഡ് ബിൽ, സെൽഫ് ബിൽ, അക്കോമഡേഷൻ ബിൽ. സോ ഒരു ഡ്രോയറും പേയും സെയിം പേഴ്സൺ ആണ്. സോ ആ ബില്ലിനെ പറയുന്നത് എന്താണ്? സെൽഫ് ബില്ലാണ്, ഓപ്ഷൻ സി ആണ്. ഓക്കെ, സോ അപ്പൊ നമുക്ക് എന്തൊക്കെയായിരുന്നു നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്? പാർട്ടീസ് ടു എ ബില്ലാണ്. സോ എന്തായിരുന്നു നമുക്ക് ചോദിച്ച ക്വസ്റ്റ്യൻ? നമുക്ക് ജസ്റ്റ് ഒന്ന് ഓവറോളായി നോക്കാം. ദ പേഴ്സൺ ഹൂ റൈറ്റ് ആൻഡ് സൈൻ എ ബിൽ ഓഫ് എക്സ്ചേഞ്ച്, ആ പേഴ്സണെ പറയുന്നതാണ് എന്തെന്ന്? ഡ്രോയർ. ഒരു പേഴ്സണ് ബിൽ ഓഫ് എക്സ്ചേഞ്ച് റൈറ്റ് ചെയ്യുന്നു, സൈൻ ചെയ്യുന്നു, ആ പേഴ്സൺ ആണ് എന്തെന്ന്? ഡ്രോയർ. നെക്സ്റ്റ് ആണ് ദ പേഴ്സൺ ഹൂ ഈസ് ഡയറക്റ്റഡ് ടു പേ ദ എമൗണ്ട് മെൻഷൻ ഇൻ ദ ബില്ല്. ഒരു പേഴ്സണിന് ഡയറക്ഷൻ കൊടുക്കുകയാണ് ബില്ലിൽ മെൻഷൻ ചെയ്ത പോലെ എമൗണ്ട് പേ ചെയ്യാൻ. സോ ആ പേഴ്സൺ ആണ് എന്തെന്നുള്ളത്? ഡ്രോയി. നെക്സ്റ്റ് ആണ് ദ പേഴ്സൺ ഹൂ റിസീവ് ദ പേയ്മെന്റ് ഓഫ് എ ബില്ല്. സോ ഒരു പേഴ്സൺ ഒരു ബില്ലിന്റെ പേയ്മെന്റ് റിസീവ് ചെയ്യുന്നതാണ്, ആ പേഴ്സൺ ആണ് എന്ത്? പേയി. നെക്സ്റ്റ് ആഫ്റ്റർ അക്സെപ്റ്റൻസ് ഡ്രോയി ബിക്കംസ്. സോ അക്സെപ്റ്റ് ചെയ്തതിന് ശേഷം ഡ്രോയി എന്ന് പറയുന്ന ആരാകും? അക്സെപ്റ്റർ ആകും. നെക്സ്റ്റ് ഇഫ് ദ ഡ്രോയർ ആൻഡ് പേയി ആർ ദ സെയിം പേഴ്സൺ ദെൻ ദ ബിൽ ഈസ് കോൾഡ്. ഡ്രോയറും പേയും സെയിം പേഴ്സൺ ആണ്, ആ ബില്ലിനെ പറയുന്നത് എന്താണ്? സെൽഫ് ബില്ലാണ്. ഓക്കെ, ഇനി ഇപ്പൊ നമ്മൾ എന്തൊക്കെയായിരുന്നു? പ്രോമിസറി നോട്ട്, ബിൽ ഓഫ് എക്സ്ചേഞ്ച്, ചെക്ക്, പാർട്ടീസ് ടു എ ബില്ല്, കൈൻഡ്സ് ഓഫ് ബില്ലാണ് കംപ്ലീറ്റ് ചെയ്തത്. ഇനി നെക്സ്റ്റ് നമുക്ക് മൂവ് ചെയ്യാം മെച്യൂരിറ്റി ഓഫ് ബില്ല്. ഓക്കെ, സോ എന്തൊക്കെയാണ് മെച്യൂരിറ്റി ഓഫ് ബില്ല് നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ദ ഡേറ്റ് ഓൺ വിച്ച് എ ബിൽ ബിക്കംസ് ഡ്യൂ ഫോർ പേയ്മെന്റ് ഈസ് നോൺ എസ്. ആ ഡേറ്റിൽ ബില്ല് ഡ്യൂ ആകുകയാണ് പേയ്മെന്റ് ചെയ്യാൻ വേണ്ടി, അതിനെ പറയുന്നത് എന്താണ്? ഓപ്ഷൻ എ ഡേറ്റ് ഓഫ് ഇഷ്യൂ, ബി ഡേറ്റ് ഓഫ് ഡ്രോയിങ്, സി മെച്യൂരിറ്റി ഡേറ്റ്, ഡി ഡ്യൂ പീരീഡ്. സോ നമ്മുടെ ആൻസർ എന്താണ്? ഓപ്ഷൻ സി മെച്യൂരിറ്റി ഡേറ്റ് ആണ് നമ്മുടെ ആൻസർ. ഓക്കെ, അപ്പൊ എന്താണ്? ദ ഡേറ്റ് ഓൺ വിച്ച് എ ബിൽ ബിക്കം ഡ്യൂ ഫോർ പേയ്മെന്റ് എന്ന് പറയും ഇസ് നോൺ ആസ് മെച്യൂരിറ്റി ഡേറ്റ്. അടുത്തതാണ് ദ നോർമൽ ഡേ ഓഫ് ഗ്രേസ് അലൗഡ് ഫോർ എ ടൈം ബിൽ. ഒരു നോർമൽ എത്ര ഡേയ്സ് ആണ് അലൗ ചെയ്തിരിക്കുന്നത് ടൈം ബില്ലിൽ എന്നാണ് ചോദിച്ചിരിക്കണം. ഓപ്ഷൻ എ 2 days, ബി 5 days, സി 7 days, ഡി 3 days. നമ്മുടെ ആൻസർ എന്ന് പറയുന്ന ഓപ്ഷൻ ഡി ആണ്, 3 days ആണ്. സോ 3 days ഈസ് അലൗഡ് ഫോർ ഡേയ്സ് ഫോർ എ ടൈം ബിൽ. ഓക്കെ, നെക്സ്റ്റ് ആണ് ഇഫ് എ ബിൽ ഈസ് ഡോൺ ഓൺ 10th June for 2 months the maturity date will be. ഒരു ബില്ല് 10th June ഡ്രോൺ ചെയ്യാണ് 2 മാസത്തേക്ക്. സോ അവിടുത്തെ മെച്യൂരിറ്റി ഡേറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും ചോദിച്ചിരിക്കണം. ഓക്കെ, 10th June ഇപ്പൊ നമ്മൾ ബില്ല് ഡ്രോൺ ചെയ്തിട്ടുണ്ട് 2 മാസത്തേക്ക്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം ജൂലൈ, ഓഗസ്റ്റ്. സോ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? മെച്യൂരിറ്റി ഡേറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? 10th June 3 ദിവസം നമ്മൾ നോക്കുമല്ലോ അല്ലേ. സോ മെച്യൂരിറ്റി ഡേറ്റ് എന്ന് പറയുമ്പോൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി 3 days ആണ് കണക്ക് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്താണ്? 10th June പറയുമ്പോൾ അടുത്ത 2 മാസം 3 ദിവസം പറയുമ്പോൾ എന്താണ്? ജൂണ്, ജൂലൈ 10, ഓഗസ്റ്റ് 10 പ്ലസ് 3 പറയുമ്പോൾ 13 ഓഗസ്റ്റ്. കാരണം എന്താ? 10th August പ്ലസ് 3 ഗ്രേസ് ഡേയ്സ്. കാരണം ഓൾറെഡി ഡിസ്കസ് ചെയ്താണ് നോർമൽ ഡേയ്സ് ഓഫ് ഗ്രേസ് അലൗഡ് ഫോർ എ ടൈം ബില്ല്. ഒരു ടൈം ബില്ലിന് എത്ര ഡേയ്സ് ആണ് അലൗഡ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു ഓപ്ഷൻ ഡി ആണ് 3 days എന്ന്. അതേപോലെ ഇപ്പൊ ഒരു ബില്ല് 10th June നമ്മൾ ഡ്രോൺ ചെയ്തിട്ടുണ്ട്, അവിടുത്തെ മെച്യൂരിറ്റി ഡേറ്റ് എത്രയാണെന്ന് ചോദിച്ചാൽ എത്രയാണ് നമ്മുടെ ആൻസർ വരിക? ഓപ്ഷൻ ബി 13th August ആണ് വരിക. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് വെൻ ദ മെച്യൂരിറ്റി ഡേറ്റ് ഫാൾസ് ഓൺ എ പബ്ലിക് ഹോളിഡേ ദ ബിൽസ് ഈസ് പേബിൾ. ഇപ്പൊ മെച്യൂരിറ്റി ഡേറ്റ് പബ്ലിക് ഹോളിഡേയിലാണ് വന്നിരിക്കുന്നത്. അപ്പൊ ബില്ല് എപ്പോഴാണ് പേ ചെയ്യുക? അപ്പോൾ ഓപ്ഷൻ എ ഓൺ ദ നെക്സ്റ്റ് വർക്കിംഗ് ഡേ, ഓപ്ഷൻ ബി ഓൺ ദ പ്രീവിയസ് വർക്കിംഗ് ഡേ, ഓപ്ഷൻ സി ഓൺ എനി ഡേ ആഫ്റ്റർ,
ഓപ്ഷൻ ഡി ആഫ്റ്റർ 7 days. ഓക്കെ, സോ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ബി ആണ്. ഓൺ ദ പ്രീവിയസ് വർക്കിംഗ് ഡേയിൽ തന്നെ എന്ത് ചെയ്യും, നമ്മൾ അത് ചെയ്യും. ഓക്കെ, എന്നിട്ട് അത് ചെയ്യും മീൻസ് എന്താ ചെയ്യുക, മെച്യൂരിറ്റി ഡേറ്റ് വന്നു കഴിഞ്ഞാൽ പബ്ലിക് ഹോളിഡേ തൊട്ട് തന്നെ ബില്ല് എന്ത് ചെയ്യും, പേ ചെയ്യും. അതാണ് ഓൺ ദ പ്രീവിയസ് വർക്കിംഗ് ഡേ. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് എ ബിൽ വിത്ത് എ സ്പെസിഫിക് ഡ്യൂ ഡേറ്റ്. ഒരു ബില്ലിൽ ഒരു സ്പെസിഫിക് ഡ്യൂ ഡേറ്റ് ഉണ്ടാകും. സോ അതെന്താണെന്ന് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ സൈറ്റ് ബിൽ, ബി ടൈം ബിൽ, സി ഡിമാൻഡ് ബിൽ, ഡി ഡേറ്റഡ് ബിൽ. സോ നമ്മുടെ ആൻസർ എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു ബില്ലിൽ സ്പെസിഫിക് ഡ്യൂ ഡേറ്റ് ഉണ്ട്. ഓപ്ഷൻ എന്താ, ആൻസർ എന്താ, ബി ടൈം ബില്ലാണ്. ഓക്കെ, സോ എന്തൊക്കെയായിരുന്നു മെച്യൂരിറ്റി ഓഫ് ബിൽ എന്തൊക്കെയാ, ദ ഡേറ്റ് ഓൺ വിച്ച് ഷെൽ ബിൽ ബിക്കം ഡ്യൂ ഫോർ പേയ്മെന്റ്. ആ ഡേറ്റിൽ ബില്ല് പേയ്മെന്റ് ചെയ്യാൻ വേണ്ടി ഡ്യൂ ആകുകയാണ്. സോ അതിനെ പറയുന്നതാണ് എന്ത്, മെച്യൂരിറ്റി ഡേറ്റ്. അടുത്തത് നോർമൽ ഡേയ്സ് ഓഫ് ഗ്രേസ് അലൗഡ് ഫോർ എ ടൈം ബിൽ എന്ന് പറയുന്നത് എത്ര ഡേയ്സ് അലൗഡ്, 3 days ആണ്. ഓപ്ഷൻ ഡി ആണ്. നെക്സ്റ്റ്, ഇഫ് എ ബിൽ ഈസ് ഡോൺ ഓൺ 10th June ഫോർ 2 months and the maturity date will be. ഇപ്പൊ ബില്ല് 10th June 2 മാസത്തേക്ക് ഡ്രോൺ ചെയ്യുകയാണ്. നമ്മളപ്പോൾ മെച്യൂരിറ്റി ഡേറ്റ് എന്ന് പറയുമ്പോൾ 10th June പറയുമ്പോൾ 2 മാസം പറയുമ്പോൾ ജൂലൈ 10, ഓഗസ്റ്റ് 10. അപ്പോൾ അടുത്ത ഗ്രേസിൽ എത്ര ഡേയ്സ്, 3 days ആണ്. അപ്പോൾ 13 ഓഗസ്റ്റ്. ഓക്കെ, സോ ഓപ്ഷൻ ബി ആണ്. നെക്സ്റ്റ്, വെൻ ദ മെച്യൂരിറ്റി ഡേറ്റ് ഫാൾസ് ഓൺ എ പബ്ലിക് ഹോളിഡേ ബിൽ ഈസ് പേബിൾ. മെച്യൂരിറ്റി ഡേറ്റ് പബ്ലിക് ഹോളിഡേയിലോട്ടാണ് വരുന്നത് പറഞ്ഞാൽ ബില്ല് എപ്പോഴാണ് പേ ചെയ്യാന്നാണ് ചോദിച്ചിരിക്കുന്നത്. ബില്ല് പേ ചെയ്തിരിക്കുന്നത് എപ്പോഴാണ്, ഓൺ ദ പ്രീവിയസ് വർക്കിന്റെ. ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ. ഓക്കെ, സോ അത് ശ്രദ്ധിക്കണം. അടുത്താണ് ബില്ല് വിത്ത് എ സ്പെസിഫിക് ഡ്യൂ ഡേറ്റ്. ഒരു ബില്ലിൽ ഒരു സ്പെസിഫിക് ഡ്യൂ ഡേറ്റ് ഉണ്ടാവും. സോ അതിനെ പറയുന്നതാണ് എന്താ, ടൈം ബില്ല്. ഓക്കെ, സോ ഇതാണ് ഏതിന് റിലേറ്റ് ചെയ്ത് വരുന്നത്, മെച്യൂരിറ്റി ഓഫ് ബില്ല് കേട്ടോ. ഓക്കെ, ഇത് ഓരോന്ന് നോട്ട് ചെയ്ത് വെച്ച് കറക്റ്റായി പഠിച്ചു പോണേ. ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കാം. ഓക്കെ, ദുർഗ ക്ലിയർ ആയോ? നെക്സ്റ്റ് നെഗോഷിയേഷൻ ഓഫ് ബില്ലാണ്. ആക്ച്വലി നെഗോഷിയേഷൻ ഓഫ് ബിൽ എന്ന് വെച്ചാൽ നമുക്ക് നോക്കാം. മീൻസ് ഓപ്ഷൻ എ ക്യാൻസലിംഗ് ദ ബിൽ, ബി റിട്ടേണിംഗ് ദ ബിൽ ടു ദ ഡ്രോയർ, സി ട്രാൻസ്ഫർ ഓഫ് എ ബിൽ ടു അനദർ പാർട്ടി, ഡി ഡിസോണർ ഓഫ് ബിൽ. എന്താണ് നെഗോഷിയേഷൻ ഓഫ് ബിൽ എന്ന് പറഞ്ഞാൽ, നെഗോഷിയേഷൻ ഓഫ് ബിൽ എന്ന് വെച്ചാൽ ആക്ച്വലി ട്രാൻസ്ഫർ ഓഫ് ബിൽ ടു അനദർ പാർട്ടി, വേറൊരു പാർട്ടിക്ക് ബില്ല് ട്രാൻസ്ഫർ ചെയ്യുകയാണ്. സോ അതാണ് എന്ത്, നെഗോഷിയേഷൻ ഓഫ് ബില്ല്. സോ ഇറ്റ് മീൻസ് ട്രാൻസ്ഫർ ഓഫ് എ ബിൽ ടു അനദർ പാർട്ടി, വേറൊരു പാർട്ടിക്ക് എന്ത് ചെയ്യണം, ബില്ല് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് എ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ഈസ് ട്രാൻസ്ഫർഡ് ബൈ. ഒരു നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് വന്നിട്ട് എങ്ങനെയാണ് ട്രാൻസ്ഫർ ചെയ്യണമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് ഓപ്ഷൻ എ മിയർ ഡെലിവറി ഇഫ് ഇറ്റ് ഈസ് ബിയറർ, ബി എൻഡോഴ്സ്മെന്റ് ആൻഡ് ഡെലിവറി ഇഫ് ഇറ്റ് ഈസ് ഓർഡർ, സി ഐദർ എ ഓർ ബി ഡിപ്പെൻഡിങ് ഓൺ ഇസ് ടൈപ്പ്, ഡി ഓൺലി ബൈ റാങ്ക്, ഓൺലി ബൈ ബാങ്ക്. സോ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ആൻസർ ഓപ്ഷൻ സി ആണ്. ഐദർ എ, ഒന്നില്ലെങ്കിൽ എ വരും അല്ലെങ്കിൽ ബി വരും, ഡിപ്പെൻഡ് അപ്പോൺ ദ ടൈപ്പ്. സോ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് എങ്ങനെ ട്രാൻസ്ഫർ ചെയ്യാന്ന് വെച്ചാൽ ഡെലിവറി, ഇഫ് ഇറ്റ് ഈസ് ബെയർ ആണെന്നുണ്ടെങ്കിൽ ഡെലിവറി ചെയ്ത് കൊടുക്കും. അല്ലെങ്കിൽ എൻഡോഴ്സ്മെന്റ് ആണ്, ഡെലിവറി എന്ന് പറയുമ്പോൾ അത് ഓർഡർ ആണെങ്കിൽ എന്ത് ചെയ്യും, എൻഡോഴ്സ്മെന്റ് ആൻഡ് ഡെലിവറി ഇഫ് ഇറ്റ് ഈസ് ഓർഡർ. ഓക്കെ, അതാണ് ഓപ്ഷൻ എ അല്ലെങ്കിൽ പേപ്പർ. നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് സി ആണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് ദ പേഴ്സൺ ഹൂം എ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ഈസ് ട്രാൻസ്ഫേർഡ്. പേഴ്സൺ ആർക്കാണ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ട്രാൻസ്ഫർ ചെയ്യുന്നത്? ഓപ്ഷൻ എ ഡ്രോയർ, ബി എൻഡോഴ്സി, സി ഡ്രോയി, ഡി പേയി. സോ എന്താണ്, ഒരു പേഴ്സൺ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് വന്നിട്ട് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ അവരാണ് എൻഡോഴ്സി. ഓക്കെ, ഓപ്ഷൻ ബി ആണ്. അടുത്തതാണ് നെഗോഷിയേഷൻ ഓഫ് ബിൽ ഇസ് നോട്ട് വാലിഡ് ഇഫ്. നെഗോഷിയേഷൻ ഓഫ് ബിൽ എന്ന് പറയുന്നത് വാലിഡ് ആവില്ല. എന്തുകൊണ്ട്? ഇഫ് ബിൽ ഈസ് ടോൺ, ബിൽ ഈസ് നോട്ട് സൈൻ, ബിൽ ഈസ് ട്രാൻസ്ഫർഡ് ആഫ്റ്റർ മെച്യൂരിറ്റി, ബിൽ ഈസ് ട്രാൻസ്ഫർഡ് ബിഫോർ ഡ്യൂ ഡേറ്റ്. സോ നമ്മുടെ ആൻസർ പറയുന്നത് ഓപ്ഷൻ സി ആണ്. ആഫ്റ്റർ മെച്യൂരിറ്റി പീരീഡ് ശേഷം ബിൽ ട്രാൻസ്ഫർ ആയി കഴിഞ്ഞാൽ ബിൽ എന്താ, വാലിഡ് അല്ല. ഇറ്റ് ഈസ് നോട്ട് കൺസിഡർഡ് ആസ് വാലിഡ്. നെക്സ്റ്റ് ആണ് നെഗോഷിയേഷൻ ഓഫ് ബിയറർ ബിൽ ഈസ് ഡൺ ബൈ. നെഗോഷിയേഷൻ ഓഫ് ബിയറർ എന്ന് പറയുമ്പോൾ ആ ബിൽ ആരാണ് ചെയ്യാം? ഓപ്ഷൻ എ എൻഡോഴ്സ്മെന്റ്, ബി ഡെലിവറി, സി ചെക്ക്, ഡി മെച്യൂരിറ്റി. സോ നമ്മുടെ ആൻസർ എന്ന് പറയുമ്പോൾ എന്താ, നെഗോഷിയേഷൻ ഓഫ് എ ബിയറർ ബിൽ എന്ന് പറയുമ്പോൾ ആരാ അത് ചെയ്യുക? അതായത് ഓപ്ഷൻ ബി ആണ്, ഡെലിവറി. ഓക്കെ, സോ എന്തൊക്കെയായിരുന്നു നമ്മളിപ്പം നെഗോഷിയേഷൻ ഓഫ് ബില്ലിന് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് മൂവ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നെഗോഷിയേഷൻ ഓഫ് ബിൽ എന്ന് വെച്ചാൽ എന്തായിരുന്നു? നെഗോഷിയേഷൻ എന്ന് വെച്ചാൽ ട്രാൻസ്ഫർ ഓഫ് ബിൽ ടു അനദർ പാർട്ടിയാണ്. നെക്സ്റ്റ് ആണ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ഈസ് ട്രാൻസ്ഫേർഡ് ബൈ. നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് എങ്ങനെ ട്രാൻസ്ഫർ ചെയ്യാന്ന് വെച്ചാൽ ഒന്നില്ലെങ്കിൽ എ അല്ലെങ്കിൽ ബി. പിന്നെ ഡെലിവറി, മിയർ ഡെലിവറി ഇഫ് ഇറ്റ് ഈസ് ബിയറർ, എൻഡോഴ്സ്മെന്റ് ആൻഡ് ഡെലിവറി ഇഫ് ഇറ്റ് ഈസ് ഓർഡർ. ഓക്കെ, നെക്സ്റ്റ് ദ പേഴ്സൺ ടു ഹൂം എ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ഇസ് ട്രാൻസ്ഫേർഡ്. ഏത് പേഴ്സൺ ആണ് നമ്മൾ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ട്രാൻസ്ഫർ ചെയ്യുന്നത്? സോ അതിനാണ് എന്ത്, ഓപ്ഷൻ ബി എൻഡോഴ്സി. നെക്സ്റ്റ് നെഗോഷിയേഷൻ ഓഫ് ബിൽ ഈസ് നോട്ട് വാലിഡ് ഇഫ് ബിൽ ഈസ് ട്രാൻസ്ഫർഡ് ആഫ്റ്റർ മെച്യൂരിറ്റി. മെച്യൂരിറ്റി പീരീഡിന് ശേഷം ബില്ല് ട്രാൻസ്ഫർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്, ഇറ്റ് ഈസ് നോട്ട് കൺസിഡർഡ് ആസ് വാലിഡ്. ഓക്കെ, നെക്സ്റ്റ് ആണ് നെഗോഷിയേഷൻ ഓഫ് ബിയറർ ബിൽ ഈസ് ഡൺ ബൈ. ബിയറർ ബില്ല് നെഗോഷിയേഷൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്, ഓപ്ഷൻ ബി ആണ്, ഡെലിവറി. ഓക്കെ,
ഇനി അടുത്തത് നമുക്ക് നോക്കാം എൻഡോഴ്സ്മെന്റ് ആണ്. സോ ഇപ്പൊ നമ്മൾ എടുത്തതെന്ന് പറയാം നെഗോഷിയേഷൻ ഓഫ് ബില്ലിന് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്. അടുത്തതാണ് എൻഡോഴ്സ്മെന്റ്. ഓക്കെ, എൻഡോഴ്സ്മെന്റ് എന്ന് വെച്ചാൽ നമുക്ക് നോക്കാം. എൻഡോഴ്സ്മെന്റ് മീൻസ് ഓപ്ഷൻ എ ഡ്രോയിങ് ദ ബിൽ, ബി റെഫ്യൂസിങ് ദ ബിൽ, സി സൈനിങ് ഓൺ ദ ബാക്ക് ഓഫ് ദ ബില്ലോ ഫോർ ട്രാൻസ്ഫർ, ഡി ക്യാൻസലിംഗ് ദ ബിൽ. സോ നമ്മുടെ ആൻസർ എന്താണ്? ഓപ്ഷൻ സി ആണ്, സൈനിങ് ഓൺ ദ ബാക്ക് ഓഫ് ദ ബിൽ ഫോർ ട്രാൻസ്ഫർ. ഓക്കെ, സോ അപ്പോൾ ഇനി അടുത്തതാണ് ദ പേഴ്സൺ ഹൂ സൈൻ ദ ഇൻസ്ട്രുമെന്റ് ടു ട്രാൻസ്ഫർ ഹിസ് റൈറ്റ്. ഒരു പേഴ്സൺ സൈൻ ചെയ്യണ ഇൻസ്ട്രുമെന്റിലോട്ട് റൈറ്റ് ട്രാൻസ്ഫർ ചെയ്യാൻ. സോ ആ പേഴ്സണെ പറയുന്നത് എന്താണ്? എ എൻഡോഴ്സി, ബി എൻഡോഴ്സർ, സി ഡ്രോയർ, ഡി ഡ്രോയി. സോ നമ്മുടെ ആൻസർ എന്ന് പറയുമ്പോൾ എന്താണ്? ഓപ്ഷൻ ബി എൻഡോഴ്സർ ആണ്. അതായത് പേഴ്സൺ ഹൂ സൈൻ ദ ഇൻസ്ട്രുമെന്റ് ടു ട്രാൻസ്ഫർ ഹിസ് റൈറ്റ്. ഒരു പേഴ്സൺ ഇൻസ്ട്രുമെന്റ് സൈൻ ചെയ്യാണ് റൈറ്റ് ട്രാൻസ്ഫർ ചെയ്യണം. സോ ആ പേഴ്സണെ പറയുന്നതാണ് എന്തെന്നുള്ളത്? എൻഡോഴ്സർ. ഓക്കെ, അടുത്തതാണ് ദ പേഴ്സൺ ഇൻ ഹൂസ് ഫേവർ എ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ഈസ് എൻഡോഴ്സ്ഡ്. പേഴ്സൺ ആരുടെ ഫേവറാണ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ട്രാൻസ്ഫർ ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ എൻഡോഴ്സ് ചെയ്യുമ്പോൾ സൈൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓപ്ഷൻ എ ഡ്രോയർ, ബി എൻഡോഴ്സർ, സി എൻഡോഴ്സി, ഡി അക്സെപ്റ്റ്സ്. നമ്മുടെ ആൻസർ എന്താണ്? ഓപ്ഷൻ സി ആണ്, എൻഡോഴ്സി. ഓക്കെ, അടുത്തതാണ് ആൻ എൻഡോഴ്സ്മെന്റ് മസ്റ്റ് ബി. ഒരു എൻഡോഴ്സ്മെന്റ് എന്ന് പറയുമ്പം എങ്ങനെയായിരിക്കണം ഉണ്ടാവേണ്ടത്? അതായത് ഓപ്ഷൻ എ ഇൻ ഓറൽ ഫോം, ബി ഓൺ എ സെപ്പറേറ്റ് പേപ്പർ ഓൺലി, സി ഇൻ റൈറ്റിംഗ് ആൻഡ് സൈൻഡ്, ഡി ഓപ്ഷണൽ. ഒരു എൻഡോഴ്സ്മെന്റ് വന്നിട്ട് എപ്പോഴും എന്തിനായിരിക്കണം? എഴുതിയിരിക്കണം, സൈൻ ചെയ്തിരിക്കണം. ഓപ്ഷൻ സി ആണ്, റൈറ്റിംഗ് ആൻഡ് സൈൻഡ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് ദ മെയിൻ പർപ്പസ് ഓഫ് എൻഡോഴ്സ്മെന്റ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഓപ്ഷൻ എ ടു ക്യാൻസൽ ദ ബിൽ, ബി ടു ചേഞ്ച് ദ എമൗണ്ട്, സി ടു ട്രാൻസ്ഫർ ഓണർഷിപ്പ്, ഡി ടു ഡിസോണർ ദ ബിൽ. സോ നമ്മുടെ ആൻസർ എന്ന് പറയുമ്പോൾ എന്താണ്? ടു ട്രാൻസ്ഫർ ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്യാന്നുള്ളതാണ്. സോ മെയിൻ പർപ്പസ് ഓഫ് എൻഡോഴ്സ്മെന്റ് എന്ന് പറയുമ്പോൾ എന്തായിരുന്നു? ടു ട്രാൻസ്ഫർ ഓണർഷിപ്പ്. ഓക്കെ, സോ അപ്പോൾ നമുക്ക് എൻഡോഴ്സ്മെന്റ് റിലേറ്റ് ചെയ്തിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ഓവറോൾ ആയിട്ട് നോക്കാം. എന്തൊക്കെയായിരുന്നു? എൻഡോഴ്സ്മെന്റ് മീൻസ് സൈനിങ് ഓൺ ദ ബാക്ക് ഓഫ് ദ ബിൽ ഫോർ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി ബില്ലിന്റെ ബാക്കിൽ സൈൻ ചെയ്യുന്നു. അതാണ് എൻഡോഴ്സ്മെന്റ് എന്ന് വെച്ചാൽ. ദ പേഴ്സൺ ഹൂ സൈൻ ദ ഇൻസ്ട്രുമെന്റ് ടു ട്രാൻസ്ഫർ ഹിസ് റൈറ്റ് ഈസ് കോൾഡ്. ഒരു പേഴ്സൺ ഇൻസ്ട്രുമെന്റ് സൈൻ ചെയ്യണം അവരുടെ റൈറ്റ് ഫുൾ ട്രാൻസ്ഫർ. സോ അതിനെ പറയുന്നത് ആരാണ്? എൻഡോഴ്സർ. ദ പേഴ്സൺ ഇൻ ഹൂസ് ഫേവർ എ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ഈസ് എൻഡോഴ്സർ. സോ ആരുടെ ഫേവർ അനുസരിച്ച് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് സൈൻ ചെയ്തിരിക്കുന്നത്? എൻഡോഴ്സി. ഓക്കെ, നെക്സ്റ്റ് ആണ് എൻഡോഴ്സ്മെന്റ് മസ്റ്റ് ബി. എൻഡോഴ്സ്മെന്റ് പറയുമ്പോൾ ഏത് ഫോമിലായിരിക്കും ഉണ്ടാവുക? റൈറ്റിംഗിലും സൈൻ ഫോമിലായിരിക്കും ഉണ്ടാവുക. സോ മെയിൻ പർപ്പസ് ഓഫ് എൻഡോഴ്സ്മെന്റ് എന്ന് പറയുമ്പോൾ എന്താണ്? ദാറ്റ് ഈസ് ട്രാൻസ്ഫർ ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്യാനാണ് എന്തുള്ള ഉദ്ദേശിക്കുന്നത്? മെയിൻ പർപ്പസ് ഓഫ് എൻഡോഴ്സ്മെന്റ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ആണ് കൈൻഡ്സ് ഓഫ് എൻഡോഴ്സ്മെന്റ് ആണ്. സോ കൈൻഡ്സ് ഓഫ് എൻഡോഴ്സ്മെന്റ് നമുക്ക് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് ആണ് ആൻ എൻഡോഴ്സ്മെന്റ് ഡസ് നോട്ട് സ്പെസിഫൈ ദ എൻഡോഴ്സി. എൻഡോഴ്സ്മെന്റ് ഒന്നും എന്ത് ഉണ്ടാവില്ല? സ്പെസിഫൈ ചെയ്തിട്ടുണ്ടാവില്ല. സോ അതിനെ പറയുന്നതാണ് എന്ത്? എ ഫുൾ എൻഡോഴ്സ്മെന്റ്, ബി പാർഷ്യൽ എൻഡോഴ്സ്മെന്റ്, സി ബ്ലാങ്ക് എൻഡോഴ്സ്മെന്റ്, ഡി റെസ്ട്രിക്റ്റീവ് എൻഡോഴ്സ്മെന്റ്. സോ എൻഡോഴ്സ്മെന്റിൽ എന്ത് ചെയ്തിട്ടുണ്ടാവില്ല? സ്പെസിഫൈ ചെയ്തിട്ടുണ്ടാവില്ല, എൻഡോഴ്സി ഒന്നും സ്പെസിഫൈ ചെയ്തിട്ടുണ്ടാവില്ല. സോ അതിനെ പറയുന്നതാണ് എന്ത്? ബ്ലാങ്ക് എൻഡോഴ്സ്മെന്റ്. ഓപ്ഷൻ സി. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് ആൻ എൻഡോഴ്സ്മെന്റ് ദാറ്റ് നെയിംസ് ദ എൻഡോഴ്സി ഇസ് കോൾഡ്. എൻഡോഴ്സ്മെന്റിൽ എൻഡോഴ്സിയുടെ നെയിം സ്പെസിഫൈ ചെയ്തിട്ടുണ്ടാവും. സോ അതിനെ പറയുന്നതാണ് എന്ത്? ഓപ്ഷൻ എ ബ്ലാങ്ക് എൻഡോഴ്സ്മെന്റ്, ബി സ്പെഷ്യൽ എൻഡോഴ്സ്മെന്റ്, സി റെസ്ട്രിക്റ്റീവ് എൻഡോഴ്സ്മെന്റ്, ഡി ജനറൽ എൻഡോഴ്സ്മെന്റ്. എൻഡോഴ്സ്മെന്റിൽ ദാറ്റ് നെയിം ദ എൻഡോഴ്സിയുടെ നെയിം സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. സോ അതിനെ പറയുന്നതാണ് എന്ത്? ഓപ്ഷൻ ബി സ്പെഷ്യൽ എൻഡോഴ്സ്മെന്റ്. ഓക്കെ, നെക്സ്റ്റ് ആണ് വിച്ച് എൻഡോഴ്സ്മെന്റ് റെസ്ട്രിക്ട് ഫർദർ നെഗോഷിയേഷൻ. ഏത് എൻഡോഴ്സ്മെന്റിലാണ് ഫർദർ ആയിട്ടുള്ള നെഗോഷിയേഷൻ വന്നിട്ട് തടസ്സമാക്കണതെന്ന് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ബ്ലാങ്ക്, ബി സ്പെഷ്യൽ, സി റെസ്ട്രിക്റ്റീവ്, ഡി കണ്ടീഷണൽ. ഓക്കെ, സോ സി ആണ്, റെസ്ട്രിക്റ്റീവ് ആണ്. അതിനാണ് എന്ത് ചെയ്തിരിക്കുന്നത്? ഫർദർ നെഗോഷിയേഷൻ വന്നിട്ട് റെസ്ട്രിക്ട് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് ആണ് ആൻ എൻഡോഴ്സ്മെന്റ് വിത്ത് എ കണ്ടീഷൻ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. സോ എൻഡോഴ്സ്മെന്റിൽ കണ്ടീഷൻ അറ്റാച്ച് ചെയ്ത് അതിനെ പറയുന്നതാണ് എന്താ? ഓപ്ഷൻ എ ബ്ലാങ്ക്, ബി സ്പെഷ്യൽ, ഡി റെസ്ട്രിക്റ്റീവ്, നെക്സ്റ്റ് സി റെസ്ട്രിക്റ്റീവ്. ഓപ്ഷൻ എ ബ്ലാങ്ക്, ബി സ്പെഷ്യൽ, സി റെസ്ട്രിക്റ്റീവ്, ഡി കണ്ടീഷൻ. നമ്മുടെ ആൻസർ എന്താണ്? ഡി കണ്ടീഷനിലാണ്. ഓക്കെ, സോ നെക്സ്റ്റ് ആണ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ വാലിഡ് എൻഡോഴ്സ്മെന്റ്. ഇതിൽ വാലിഡ് എൻഡോഴ്സ്മെന്റ് അല്ലാത്ത എന്താണെന്ന് ചോദിച്ചിരിക്കണേ. ഓപ്ഷൻ എ എൻഡോഴ്സ്മെന്റ് ഇൻ ബ്ലാങ്ക്, ബി എൻഡോഴ്സ്മെന്റ് ഫോർ ഫുൾ എമൗണ്ട്, സി എൻഡോഴ്സ്മെന്റ് വിതൗട്ട് സൈനിങ്, ഡി റെസ്ട്രിക്റ്റീവ് എൻഡോഴ്സ്മെന്റ്. സോ നമ്മുടെ ആൻസർ എന്താണ്? എൻഡോഴ്സ്മെന്റ് വിതൗട്ട് സൈനിങ് ആണ് എന്ന് പറയുന്നത് വാലിഡ് എൻഡോഴ്സ്മെന്റ് അല്ലാത്തത്. ഓക്കെ, സോ അപ്പോൾ എന്തൊക്കെയായിരുന്നു നമുക്ക് ജസ്റ്റ് നോക്കാം. അതായത് ഇപ്പൊ പറഞ്ഞിരിക്കുന്നത് കൈൻഡ്സ് ഓഫ് എൻഡോഴ്സ്മെന്റ് ആണ്. കൈൻഡ്സ് ഓഫ് എൻഡോഴ്സ്മെന്റ് എന്തൊക്കെയാണ് വരിക? ആൻ എൻഡോഴ്സ്മെന്റ് ദാറ്റ് ഡസ് നോട്ട് സ്പെസിഫൈ ദ എൻഡോഴ്സി. എൻഡോഴ്സിൽ ഒന്നും സ്പെസിഫൈ ചെയ്യാത്തതിനെ പറയുന്നതാണ് എന്ത്? ബ്ലാങ്ക് എൻഡോഴ്സ്മെന്റ്.
ആൻഡ് എൻഡോഴ്സ്മെന്റ് ദാറ്റ് നെയിംസ് എൻഡോഴ്സിയുടെ നെയിം സ്പെസിഫൈ ചെയ്താൽ എന്താ പറയുക, സ്പെഷ്യൽ എൻഡോഴ്സ്മെന്റ്. വിച്ച് എൻഡോഴ്സ്മെന്റ് റെസ്ട്രിക്ട് ഫർദർ നെഗോഷിയേഷൻ എന്ന് വെച്ചാൽ റെസ്ട്രിക്റ്റീവ്. നെക്സ്റ്റ് എൻഡോഴ്സ്മെന്റ് വിത്ത് എ കണ്ടീഷൻ അറ്റാച്ച്, ഒരു കണ്ടീഷൻ അറ്റാച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എന്താണ്, കണ്ടീഷണൽ ആണ്. നെക്സ്റ്റ് വിച്ച് ആർ ദ ഫോളോയിങ് ഇസ് നോട്ട് എ വാലിഡ് എൻഡോഴ്സ്മെന്റ്, ഇതിലെ വാലിഡ് എൻഡോഴ്സ്മെന്റ് അല്ലാത്തത് എന്താണെന്ന് ചോദിച്ചിരിക്കുന്നത്, ദാറ്റ് ഈസ് എൻഡോഴ്സ്മെന്റ് വിത്തൗട്ട് സൈനിങ് ആണ്. ഓക്കെ, ദുർഗ ക്ലിയർ ആയോ? ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് കൈൻഡ്സ് ഓഫ് ചെക്സ് കേട്ടോ. സോ എന്തൊക്കെയാണ് കൈൻഡ്സ് ഓഫ് ചെക്ക് എന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് ആണ് എ ചെക്ക് ദാറ്റ് ഈസ് പേയബിൾ ടു എനി പേഴ്സൺ ഹൂ പ്രസന്റ്. ഒരു ചെക്ക് ആർക്കാണ്, ഏത് പേഴ്സൺ ആണെങ്കിലും പേ ചെയ്യുക, ആരാണോ പ്രസന്റ് ചെയ്തിരിക്കുന്നത് അങ്ങനെയുള്ള ആർക്ക് വേണമെങ്കിലും പേ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അതാണ് ചെക്ക് ദാറ്റ് ഈസ് പേയബിൾ ടു എനി പേഴ്സൺ. സോ ഒരു ചെക്ക് ഏത് പേഴ്സണും പേ ചെയ്യുക, ഹൂ പ്രസന്റ്, ആരാണോ പ്രസന്റ് ചെയ്തിരിക്കുന്നത് അവർക്ക്. ഇറ്റ് ഈസ് കാൾഡ് ഓപ്ഷൻ എ ഓർഡർ ചെക്ക്, ബി ബിയറർ ചെക്ക്, സി ക്രോസ്ഡ് ചെക്ക്, ഡി പോസ്റ്റ് ഡേറ്റഡ് ചെക്ക്. സോ നമ്മുടെ ആൻസർ എന്ന് പറയുമ്പോൾ എന്താ വരിക, ഓപ്ഷൻ ബി ആണ്, ബിയറർ ചെക്ക് ആണ് വരിക. ഓക്കെ, സോ അടുത്തതാണ് എ ചെക്ക് ദാറ്റ് ഈസ് പേയബിൾ ഓൺലി ടു ദ പേഴ്സൺ നെയിംഡ് ഓൺ ഇറ്റ്. സോ ഒരു ചെക്ക് വന്നിട്ട് പേ ചെയ്യാൻ പറ്റും ഓൺലി ടു ദ പേഴ്സൺ നെയിംഡ്. സോ ആരുടെ പേഴ്സന്റെ നെയിം ആണോ സ്പെസിഫൈ ചെയ്തിരിക്കണം അവർക്ക് പേ ചെയ്യാൻ പറ്റുന്ന ഉദ്ദേശിക്കുന്നത്. സോ ഓപ്ഷൻ എ ബിയറർ ചെക്ക്, ബി ഓർഡർ ചെക്ക്, സി ക്രോസ്ഡ് ചെക്ക്, ഡി മൾട്ടിലേറ്റഡ് ചെക്ക്. സോ എന്താണ് ആൻസർ, ഓപ്ഷൻ ബി ഓർഡർ ചെക്ക് ആണ്. ഓക്കെ, സോ അതായത് ചെക്ക് പേ ചെയ്യാൻ പറ്റും പേഴ്സൺ നെയിം, ആരുടെ നെയിം സ്പെസിഫൈ ചെയ്തിരിക്കണം അവർക്ക് പേ ചെയ്യാൻ പറ്റും. അടുത്തതാണ് എ ചെക്ക് ബിയറിംഗ് എ ഫ്യൂച്ചർ ഡേറ്റ് ആയിരിക്കും ഒരു ചെക്കിൽ ഉണ്ടാവുക. സോ അതിനാണ് എന്ത് പറയുന്നത്, ഓപ്ഷൻ എ സ്റ്റെയിൽ ചെക്ക്, ബി പോസ്റ്റ് ഡേറ്റഡ് ചെക്ക്, സി ക്രോസ്ഡ് ചെക്ക്, ഡി ക്യാൻസൽ ചെക്ക്. സോ ഓപ്ഷൻ ബി പോസ്റ്റ് ഡേറ്റഡ് ചെക്കാണ്, ഒരു ചെക്കിൽ ഫ്യൂച്ചർ ഡേറ്റ് ഉണ്ടാവും. ഓക്കെ, അടുത്തതാണ് എ ചെക്ക് പ്രസന്റഡ് ആഫ്റ്റർ 3 months ഫ്രം ദ ഡേറ്റ് ഓഫ് ഇഷ്യൂ ചെയ്തതിനു ശേഷം 3 months ശേഷം പ്രസന്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും, എ പോസ്റ്റ് ഡേറ്റഡ്, ബി മൾട്ടിലേറ്റഡ്, സി സ്റ്റെയിൽ, ഡി ഓപ്പൺ. സോ ഓപ്ഷൻ സി ആണ് സ്റ്റെയിൽ. അതാണ് ചെക്ക് പ്രസന്റഡ് ആഫ്റ്റർ 3 months ഫ്രം ദ ഡേറ്റ് ഓഫ് ഇഷ്യൂ എന്നാണ് സ്റ്റെയിൽ. അടുത്തതാണ് ആൻ ഓപ്പൺ ചെക്ക് ക്യാൻ ബി, ഒരു ഓപ്പൺ ചെക്ക് എങ്ങനെയായിരിക്കണം, ഓപ്ഷൻ എ ക്യാഷ്ഡ് ഓവർ ദ കൗണ്ടർ, ബി ഓൺലി ഡെപ്പോസിറ്റഡ് ഇൻ ബാങ്ക്, സി ട്രാൻസ്ഫർ ഓൺലി ബൈ എൻഡോഴ്സ്മെന്റ്, ഡി ഓൺലി യൂസ്ഡ് ഇൻ ഫോറിൻ കൺട്രീസ്. നമ്മുടെ ആൻസർ എന്താണ്, ക്യാഷ്ഡ് ഓവർ ദ കൗണ്ടർ ആണ്. ദാറ്റ് ഈസ് ഓപ്ഷൻ എ ആണ്. ഒരു ഓപ്പൺ ചെക്ക് എന്ന് പറയുമ്പോൾ എന്താണ്, ഓപ്ഷൻ എ ആണ്, ക്യാഷ്ഡ് ഓവർ ദ കൗണ്ടർ. ഓക്കെ, സോ എന്തൊക്കെയായിരുന്നു അപ്പോൾ നമ്മളിപ്പോൾ നോക്കിയിട്ടുണ്ടായിരുന്നത്, കൈൻഡ്സ് ഓഫ് ചെക്സ് ആണ്. സോ എന്തൊക്കെയായിരുന്നു, എ ചെക്ക് ദാറ്റ് ഈസ് പേയബിൾ ടു എനി പേഴ്സൺ ഹൂ പ്രസന്റ്. സോ ചെക്ക് ആർക്കാണെങ്കിലും പേ ചെയ്യുക, ആരാണോ പ്രസന്റ് ചെയ്തിരിക്കുന്നത്. സോ അതാണ് ബിയറർ ചെക്ക്. എ ചെക്ക് ദാറ്റ് ഈസ് പേയബിൾ ഓൺലി ടു ദ പേഴ്സൺ നെയിംഡ് ഓൺ ഇറ്റ്. സോ ഒരു പേഴ്സണിന് മാത്രമേ നമുക്ക് പേ ചെയ്യാൻ പറ്റുള്ളൂ, ആരുടെയാണോ നെയിം അവരുടെയൊക്കെ മാത്രമേ, അതാണ് ഓർഡർ ചെക്ക്. എ ചെക്ക് ബിയറിംഗ് എ ഫ്യൂച്ചർ ഡേറ്റ് പറയുന്നത് പോസ്റ്റ് ഡേറ്റഡ് ചെക്ക്. നെക്സ്റ്റ് ചെക്ക് പ്രസന്റഡ് ആഫ്റ്റർ 3 months ഫ്രം ദ ഡേറ്റ് ഓഫ് ഇഷ്യൂ ചെയ്തതിനു ശേഷം 3 months ശേഷം പ്രസന്റ് ചെയ്യുന്ന ചെക്കാണ് സ്റ്റെയിൽ ചെക്ക്. ആൻഡ് ഓപ്പൺ ചെക്ക് ക്യാൻ ബി എന്തായിരുന്നു, ക്യാഷ്ഡ് ഓവർ ദ കൗണ്ടർ. ഓക്കെ, നെക്സ്റ്റ് ആണ് ക്രോസിംഗ് ഓഫ് ചെക്കിനെ റിലേറ്റ് ചെയ്തിട്ട് നമുക്ക് നോക്കാം. ക്രോസിംഗ് ഓഫ് എ ചെക്ക് എന്ന് വെച്ചാൽ ഇവിടെ ഓപ്ഷൻ എ ക്രോസിംഗ് ഓഫ് എ ചെക്ക് മീൻസ് ഓപ്ഷൻ എ ഡ്രോയിങ് എ ലൈൻ അക്രോസ് ദ ചെക്ക്, ബി ക്യാൻസലിംഗ് ദ ചെക്ക്, സി വിഡ്രോയിങ് ദ ചെക്ക്, ഡി മേക്കിംഗ് എ ചെക്ക് ഡിസ്ഹോണർഡ്. സോ ക്രോസിംഗ് ഓഫ് ചെക്ക് എന്ന് വെച്ചാൽ ഇവിടെ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്, നമുക്ക് എന്താണെന്നറിയാം, ഡ്രോയിങ് എ ലൈൻ അക്രോസ് ചെക്ക്. സോ ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ. ഓക്കെ, അടുത്തതാണ് ദ പർപ്പസ് ഓഫ് ക്രോസിംഗ് എ ചെക്ക്. ഒരു ചെക്ക് ക്രോസ് ചെയ്യുന്നതിലൂടെ എന്ത് പർപ്പസ് ആണ് ഉള്ളതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ മേക്ക് ഇറ്റ് ബിയറർ, ഓപ്ഷൻ ബി പ്രിവെന്റ് ഇറ്റ് മിസ്യൂസ്, ഓപ്ഷൻ സി ക്യാൻസൽ ഇറ്റ്, ഡി കൺവേർട്ടഡ് ഇറ്റ് ഇൻ ടു പോസ്റ്റ് ഡേറ്റ്. സോ ഇവിടെ എന്തായിരുന്നു പർപ്പസ് ഓഫ് ചെക്ക് ക്രോസ് ചെയ്യുന്നതിന്റെ മെയിൻ പർപ്പസ് എന്ന് പറയുമ്പോൾ എന്തായിരുന്നു, മിസ്യൂസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പ്രിവെന്റ് ചെയ്യാൻ പറ്റും. സോ ഓപ്ഷൻ ബി. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് എ ക്രോസ്ഡ് ചെക്ക് ഈസ് പേയബിൾ ഓൺലി. ഒരു ക്രോസ് ചെയ്ത ചെക്ക് എപ്പോഴാണ് പേ ചെയ്യാന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ അറ്റ് എനി ബ്രാഞ്ച്, ബി അറ്റ് ദ ഇഷ്യൂയിങ് ബാങ്ക്, സി ത്രൂ എ ബാങ്ക് അക്കൗണ്ട്, ഡി ടു എനി ബിയറർ. സോ ക്രോസ്ഡ് ചെക്ക് എപ്പോഴാണ് പേ ചെയ്യുക, ത്രൂ ബാങ്ക് അക്കൗണ്ട് വഴിയാണ് എന്ത് ചെയ്യുക, ക്രോസ്ഡ് ചെക്ക് പേ ചെയ്യുക. ഓക്കെ, ഇനി അടുത്തതാണ് ഹൂ
ഹൂ ക്യാൻ ക്യാൻസൽ ദ ക്രോസിംഗ് ഓൺ എ ചെക്ക്? ആർക്കാണ് ക്യാൻസൽ ചെയ്യാൻ പറ്റുക ചെക്ക് ക്രോസ് ചെയ്യുന്നതാണ്? ഓപ്ഷൻ എ ബാങ്ക്, ബി പേയി, സി ഡ്രോയർ, ഡി എൻഡോഴ്സ്. ആർക്കാണ് ക്യാൻസൽ ചെയ്യാൻ പറ്റുക? സി ഡ്രോയർ ആണ്. അടുത്തതാണ് വിച്ച് ഈസ് എ ടൈപ്പ് ഓഫ് ചെക്ക് ക്രോസിംഗ്? ഇതിൽ ഏതാണ് ചെക്ക് ക്രോസിംഗിന്റെ ടൈപ്പ് എന്ന് ചോദിച്ചിരിക്കണേ? ഓപ്ഷൻ എ ബ്ലാക്ക് ക്രോസിംഗ്, ബി ജനറൽ ക്രോസിംഗ്, സി സ്പെഷ്യൽ ഡെപ്പോസിറ്റ്, ഡി ക്രെഡിറ്റ് ക്രോസിംഗ്. സോ നമ്മുടെ ആൻസർ എന്ന് പറയുമ്പോൾ ഇതിൽ ഏതാ ടൈപ്പ് ഓഫ് ചെക്ക് ക്രോസിംഗ് പറയുന്നത്? ജനറൽ ക്രോസിംഗ് ആണ്. ഓക്കെ, സോ അപ്പോൾ എന്തൊക്കെയായിരുന്നു? ദാറ്റ് ഈസ് ക്രോസിംഗ് ഓഫ് ചെക്സിൽ ക്രോസിംഗ് എ ചെക്ക് മീൻസ് എന്തായിരുന്നു? ഒരു ചെക്കിൽ ക്രോസ് ചെയ്യുന്ന വെച്ചാൽ ഇറ്റ് ഈസ് ഡ്രോയിങ് എ ലൈൻ അക്രോസ്. ചെക്കിൽ വന്നിട്ട് ലൈൻ ഡ്രോ ചെയ്യുക എന്നുള്ളതാണ്. നെക്സ്റ്റ് ആണ് പർപ്പസ് ഓഫ് ക്രോസിംഗ് എ ചെക്ക്. ഒരു ചെക്ക് ക്രോസ് ചെയ്യുന്നതിലൂടെ അതിന്റെ മെയിൻ പർപ്പസ് എന്ന് പറയുമ്പോൾ എന്താണെന്ന് വെച്ചാൽ പ്രിവെന്റ് ദ മിസ്യൂസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്താണ് പ്രിവെന്റ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ആണ് ക്രോസ്ഡ് ചെക്ക് ഈസ് പേയബിൾ ഓൺ. ഒരു ക്രോസ് ചെയ്ത ചെക്ക് എപ്പോഴാണ് പേ ചെയ്യാന്ന് വെച്ചാൽ ത്രൂ ബാങ്ക് അക്കൗണ്ട് വഴി എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? പേ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. നെക്സ്റ്റ് ആണ് ഹൂ ക്യാൻ ക്യാൻസൽ ദ ക്രോസിംഗ് ഓൺ എ ചെക്ക്? ആർക്കാണ് ക്യാൻസൽ ചെയ്യാൻ പറ്റുക ചെക്ക് ക്രോസ് ചെയ്യുന്നതാണ്? ഓപ്ഷൻ സി എന്തായിരുന്നു? ഡ്രോയർ ആണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് വിച്ച് ഈസ് എ ടൈപ്പ് ഓഫ് ചെക്ക് ക്രോസിംഗ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ജനറൽ ക്രോസിംഗ് ആണ് എന്ന് പറയുന്നത് ഒരു ടൈപ്പ് ഓഫ് ചെക്ക് ക്രോസിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തതാണ് എന്തൊക്കെയാണ് ടൈപ്പ് ഓഫ് ക്രോസിംഗ് എന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് ആണ് ജനറൽ ക്രോസിംഗ് ഇൻവോൾവ്സ്. ഒരു ജനറൽ ക്രോസിംഗിൽ വന്നിട്ട് എന്താണ് ഇൻവോൾവ് ചെയ്തിരിക്കുക എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ഡ്രോയിങ് ടു പാരലൈൻസ്, ബി മെൻഷനിങ് എ സ്പെസിഫിക് ബാങ്ക്, സി മേക്കിംഗ് നോട്ട് നെഗോഷ്യബിൾ ഓൺലി, ഓപ്ഷൻ ഡി ഗിവിംഗ് നോൺ ഡയറക്ഷൻ. സോ ജനറൽ ക്രോസിംഗ് എന്ന് വെച്ചാൽ എന്താണ്? സോ അക്ഷരയുടെ എന്താണ്? ഡ്രോ ചെയ്യണ രണ്ട് പാരലൽ ലൈൻസ്. അതാണ് ഓപ്ഷൻ എ. ഓക്കെ, അടുത്തതാണ് സ്പെഷ്യൽ ക്രോസിംഗ് ഇൻക്ലൂഡ്. സ്പെഷ്യൽ ക്രോസിംഗിൽ എന്താണ് ഇൻക്ലൂഡ് ആകുക? ഓപ്ഷൻ എ നെയിം ഓഫ് എനി പേഴ്സൺ, ബി നെയിം ഓഫ് എ ബാങ്കർ, സി പേയി അഡ്രസ്, ഡി ഡേറ്റ് ഓഫ് വിഡ്രോവൽ. സോ സ്പെഷ്യൽ ക്രോസിംഗ് എന്ന് വെച്ചാൽ അവിടെ എന്താണെന്ന് ചോദിച്ചിരിക്കുന്നത്? ദാറ്റ് ഈസ് അവിടെ എന്താ ഉണ്ടാകുക എന്ന് വെച്ചാൽ നെയിം ഓഫ് എ ബാങ്കർ ആണ് ഉണ്ടാവുക. സോ ഓപ്ഷൻ ബി ആണ്. ഓക്കെ, അടുത്തതാണ് എ ചെക്ക് ക്രോസ്ഡ് ജനറലി ക്യാൻ ബി കൺവേർട്ടഡ് ഇൻ ടു സ്പെഷ്യൽ ക്രോസിംഗ്. ഒരു ചെക്ക് ജനറലി ക്രോസ് ചെയ്തിരിക്കുകയാണ്, അത് സ്പെഷ്യൽ ക്രോസിംഗ് ആയിട്ട് കൺവേർട്ട് ചെയ്യണം. സോ അവിടെ എന്താണ് വേണ്ടത്? ഓപ്ഷൻ എ ഡ്രോയർ ഓൺലി, ബി ഹോൾഡർ, സി പേയി, ഡി ബാങ്ക് മാനേജർ. സോ ഓപ്ഷൻ ബി എന്താണ്? ഹോൾഡർ. ഓക്കെ, അടുത്തതാണ് വിച്ച് ക്രോസിംഗ് റെസ്ട്രിക്ട് ദ ചെക്ക് ഫ്രം ബീങ് ട്രാൻസ്ഫേർഡ് ഫർദർ. സോ ഏതിലാണ് ക്രോസിംഗ് റെസ്ട്രിക്ട് ചെയ്തിരിക്കുന്നത് ഫർദറായി ട്രാൻസ്ഫർ ചെയ്യാന്നുള്ളത്? ഓപ്ഷൻ എ ജനറൽ ക്രോസിംഗ്, ബി സ്പെഷ്യൽ ക്രോസിംഗ്, സി നോട്ട് നെഗോഷ്യബിൾ ക്രോസിംഗ്, ബി ബിയറർ ക്രോസിംഗ്. സോ നമ്മുടെ ആൻസർ എന്ന് പറയുമ്പോൾ എന്താണ്? നോട്ട് നെഗോഷ്യബിൾ ക്രോസിംഗ് ആണ്. സോ ഓപ്ഷൻ സി ആണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് ഇൻ സ്പെഷ്യൽ ക്രോസിംഗ് പേയ്മെന്റ് ഈസ് മെയ്ഡ് ഓൺലി ത്രീ. ഒരു സ്പെഷ്യൽ ക്രോസിംഗിൽ പേയ്മെന്റ് എന്തിലൂടെ മാത്രമേ നടത്തുള്ളൂ? എനി ബാങ്ക് മെൻഷൻ ഇൻ ദ ക്രോസിംഗ്, പോസ്റ്റ് ഓഫീസ്, ബിയറർ. സോ ബാങ്ക് മെൻഷൻ ചെയ്ത ക്രോസിംഗിലാണ് നമ്മൾ പോകേണ്ടത്. ഓക്കെ, അതാണ് ഇൻ സ്പെഷ്യൽ ക്രോസിംഗ് പേയ്മെന്റ് ഈസ് ഡൺ മെയ്ഡ് ഓൺലി എന്ന് പറഞ്ഞാൽ നമ്മുടെ ആൻസർ എന്ന് പറയുമ്പോൾ എന്താണ്? ഓപ്ഷൻ ബി ആണ്. ദ ബാങ്ക് എന്താണോ ക്രോസിംഗിൽ മെൻഷൻ ചെയ്തിരിക്കുന്നത് സോ അത് പ്രകാരമായിരിക്കും എന്ത് ചെയ്യുക? അവർ മൂവ് ചെയ്യുക. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് റിലേറ്റ് ചെയ്തിട്ടാണ്. സോ അതിന് മുന്നേ നമുക്ക് ടൈപ്സ് ഓഫ് ക്രോസിംഗ് ജസ്റ്റ് ഒന്ന് ഓവറോൾ ആയി പറയാം. ജനറൽ ക്രോസിംഗ് ഇൻവോൾവ്. ജനറൽ ക്രോസിംഗിൽ ഡ്രോയിങ് ടു പാരലൈൻ, രണ്ട് പാരലൽ ലൈൻ ഡ്രോ ചെയ്യുക എന്നുള്ളതാണ്. നെക്സ്റ്റ് ആണ് സ്പെഷ്യൽ ക്രോസിംഗ് ഇൻക്ലൂഡ്. സ്പെഷ്യൽ ക്രോസിംഗിൽ എന്താ ഇൻക്ലൂഡ് ആകാന്ന് വെച്ചാൽ നെയിം ഓഫ് എ ബാങ്കർ ആണ്. നെക്സ്റ്റ് ആണ് എ ചെക്ക് ക്രോസ്ഡ് ജനറലി ക്യാൻ ബി കൺവേർട്ടഡ് ഇൻ ടു സ്പെഷ്യൽ ക്രോസിംഗ്. ഒരു ചെക്ക് ക്രോസ് ചെയ്തിട്ട് അതിട്ട് എന്ത് ചെയ്യണം? ചെക്ക് ക്രോസ് ജനറലി സ്പെഷ്യൽ ക്രോസ് ആയിട്ട് കൺവേർട്ട് ചെയ്യണം. സോ അതിനാണ് ഹോൾഡർ, ഓപ്ഷൻ ബി. നെക്സ്റ്റ് ആണ് വിച്ച് ക്രോസിംഗ് റെസ്ട്രിക്ട് ചെക്ക് ഫ്രം. ഒന്നുകൂടെ ട്രാൻസ്ഫർ ചെയ്യാനുള്ളതിന് ഒന്നുകൂടെ നമ്മൾ എന്ത് ചെയ്യണം? റെസ്ട്രിക്ട് ചെയ്യണം ചെക്കിന്. സോ അതിനെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നോട്ട് നെഗോഷ്യബിൾ ക്രോസിംഗ് ആണ്. സോ അതാണ് വിച്ച് ക്രോസിംഗ് റെസ്ട്രിക്ട് ദ ചെക്ക് ഫ്രം ബീങ് ട്രാൻസ്ഫർ ഫർദർ. ഓക്കെ, അടുത്തതാണ് ഇനി സ്പെഷ്യൽ ക്രോസിംഗ് പേയ്മെന്റ് ഈസ് മെയ്ഡ് ഓൺലി ത്രീ. സ്പെഷ്യൽ ക്രോസിംഗിൽ പേയ്മെന്റ് ഏതിലൂടെ മാത്രമേ നടത്തുള്ളൂ? ബാങ്ക് മെൻഷൻ ഇൻ ദ ക്രോസിംഗ്. എന്താണോ ബാങ്ക് മെൻഷൻ ചെയ്തിരിക്കുന്നത് അതിലൂടെ ആയിരിക്കും നടത്തുക. ഓക്കെ, അടുത്തതാണ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ആണ്. സോ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ആരെ പ്രിപ്പയർ ചെയ്യാതാണ്? ഓപ്ഷൻ എ ട്രേഡിംഗ് കൺസേൺ, ബി മാനുഫാക്ചറിംഗ് ഫേംസ്, സി നോൺ ട്രേഡിംഗ് ഓർഗനൈസേഷൻ, ഡി ഗവൺമെന്റ് കമ്പനീസ്. സോ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ആരാണ് പ്രിപ്പയർ ചെയ്യുക? നോൺ ട്രേഡിംഗ് ഓർഗനൈസേഷൻ എന്ത് ചെയ്യുക? പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, അടുത്തതാണ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ഈസ് സിമിലർ ടു. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് എന്തിന് സിമിലർ ആണ്? ഓപ്ഷൻ എ ട്രയൽ ബാലൻസ്, ബി ട്രേഡിംഗ് അക്കൗണ്ട്, സി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ഡി ബാലൻസ് ഷീറ്റ്. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് എന്തിന് സിമിലർ ആണ്? ദാറ്റ് ഈസ് ഓപ്ഷൻ സി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് റെക്കോർഡഡ് ഇൻ ദ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ഏതാ റെക്കോർഡ് ചെയ്യാന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ക്യാപിറ്റൽ റെസിപ്റ്റ്, ബി റവന്യൂ ഐറ്റംസ് ഓഫ് കറന്റ് ഇയർ ഓൺലി, സി പ്രീവിയസ് ഇയർ റെസിപ്റ്റ്സ്, ഡി ഓൾ ക്യാഷ് ട്രാൻസാക്ഷൻസ്.
സോ അവിടെ എന്താണ് റവന്യൂ ഐറ്റം ഓഫ് കറണ്ട് ഇയർ ഓൺലി. ഇതിൽ മാത്രമാണ് എന്ത് ചെയ്യുക നമ്മൾ റെക്കോർഡ് ചെയ്യുക ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. ഓക്കെ, നെക്സ്റ്റ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിലെ ബാലൻസ് എന്ന് പറയുമ്പോൾ എന്താണ്? ഓപ്ഷൻ എ ക്യാഷ്. ഏതാണ് ബാലൻസ് ഓഫ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ഈസ് ഓപ്ഷൻ എ ക്യാഷ് ഇൻ ഹാൻഡ്, ബി സർപ്ലസ് ഓർ ഡെഫിസിറ്റ്, സി നെറ്റ് അസറ്റ്, ഡി നെറ്റ് ലൈബിലിറ്റീസ്. നമ്മുടെ ആൻസർ എന്താണ്? ബി സർപ്ലസ് ഓർ ഡെഫിസിറ്റ് ആണ്. ഓക്കെ, അടുത്തതാണ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ഈസ് പ്രിപ്പയർഡ് ഓൺ ദി ബേസ് ഓഫ്. ഇൻകം എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് എങ്ങനെ പ്രിപ്പയർ ചെയ്യുക, എന്ത് ബേസ് ചെയ്തിട്ടാണ് ചോദിച്ചിരിക്കുന്നത്? ഓപ്ഷൻ എ ക്യാഷ് ബേസിസ്, ബി അക്രൂവൽ ബേസിസ്, ഡി റെസിപ്റ്റ് ബേസിസ്, സി ഹൈബ്രിഡ് ബേസിസ്. നമ്മുടെ ആൻസർ എന്താണ്? ബി അക്രൂവൽ ബേസിസ്. ഓക്കെ, സോ എന്തൊക്കെയായിരുന്നു അപ്പോൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ബേസ് ചെയ്തിട്ട്? ദാറ്റ് ഈസ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തിരിക്കുന്ന നോൺ ട്രേഡിംഗ് ഓർഗനൈസേഷൻ ആണ്. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് എന്തിന് സിമിലർ ആണ്? ഇറ്റ് ഈസ് സിമിലർ ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആണ്. നെക്സ്റ്റ് വിച്ച് ഓഫ് ദ ഫോളോയിങ് എവിടെയാണ് റെക്കോർഡ് ചെയ്യുക ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് എന്ന് വെച്ചാൽ ഇവിടെ എവിടെ റെക്കോർഡ് ചെയ്ത് കാണിക്കുക? റവന്യൂ ഐറ്റം ഓഫ് കറണ്ട് ഇയറിലാണ് റെക്കോർഡ് ചെയ്ത് കാണിക്കുക. അതേപോലെ തന്നെ നെക്സ്റ്റ് ബാലൻസ് ഓഫ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? സർപ്ലസ് അല്ലെങ്കിൽ ഡെഫിസിറ്റ് ആണ്. നെക്സ്റ്റ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് എന്ന് പറയുമ്പോൾ എന്തിനാണ് പ്രിപ്പയർ ചെയ്യുന്നത്? ഓൺ ദി ബേസ് ഓഫ് അക്രൂവൽ ബേസിസ് ആണ്. ഓക്കെ, ഇനി അടുത്തത് ക്യാപിറ്റൽ ആൻഡ് റവന്യൂ റെസിപ്റ്റ് നമുക്ക് നോക്കാം. ഓക്കെ, സോ ദുർഗ ക്ലിയർ ആയോ? സോ നെക്സ്റ്റ് ആണ് ക്യാപിറ്റൽ ആൻഡ് റവന്യൂ റെസീപ്റ്റ്സ് ആണ്. സോ അത് നമുക്ക് എന്താ നോക്കാം. സോ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് എ ക്യാപിറ്റൽ റെസിപ്റ്റ്. ഇതിൽ ഏതാണ് ക്യാപിറ്റൽ റെസിപ്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്? ഓപ്ഷൻ എ സെയിൽ ഓഫ് ഓൾഡ് ന്യൂസ് പേപ്പർ, ബി ഡൊണേഷൻ ഫോർ ബിൽഡിംഗ് ഫണ്ട്, സി ഇൻട്രസ്റ്റ് റിസീവ്ഡ്, ഡി റെന്റ് റിസീവ്ഡ്. സോ ഇത് ഏതാണ് ക്യാപിറ്റൽ റെസിപ്റ്റ് ചോദിച്ചിരിക്കുന്നത്? ഓപ്ഷൻ ബി ആണ്. എന്താണ്? ഡൊണേഷൻ ഫോർ ബിൽഡിംഗ് ഫണ്ട്. ഓക്കെ, നെക്സ്റ്റ് ആണ് റവന്യൂ റെസിപ്റ്റ്സ് ആർ യൂഷ്വലി. ഓപ്ഷൻ എ റെക്കറിംഗ് ഇൻ നേച്ചർ, ബി നോൺ റെക്കറിംഗ്, ഡി വൺ ടൈം ഗെയിൻ, സി പാർട്ട് ഓഫ് ലൈബിലിറ്റീസ്. ആക്ച്വലി എന്താണ്? റെക്കറിംഗ് ഇൻ നേച്ചർ ആണ് ഓപ്ഷൻ എ. ഓക്കെ, അടുത്തതാണ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ റവന്യൂ റെസിപ്റ്റ്. ഇതിൽ ഏതാണ് റവന്യൂ റെസിപ്റ്റ് അല്ലാത്തതെന്നാണ് ചോദിച്ചിരിക്കുന്നത്? ഓപ്ഷൻ എ സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ്, ബി സെയിൽ ഓഫ് ഓൾഡ് അസറ്റ്, സി എൻട്രൻസ് ഫീസ്, ഡി റെന്റ് റിസീവ്ഡ്. സോ ഏതാണ് റവന്യൂ റെസിപ്റ്റ് അല്ലാത്തതെന്നാണ് ചോദിച്ചിരിക്കുന്നത്? നമുക്ക് എന്തെന്നറിയാം? സെയിൽ ഓഫ് ഓൾഡ് അസറ്റ് ആണ്. ഓക്കെ, പിന്നെ അതേപോലെ റവന്യൂ റെസിപ്റ്റ് റിലേറ്റഡ് ആണ് സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ്, എൻട്രൻസ് ഫീസ്, റെന്റ് റിസീവ്ഡ് എന്നൊക്കെ. അടുത്തതാണ് ക്യാപിറ്റൽ റെസിപ്റ്റ് എഫക്റ്റ്. ക്യാപിറ്റൽ റെസിപ്റ്റ് എന്തിനെ എഫക്ട് ചെയ്യുന്നതാണ്? ഓപ്ഷൻ എ റവന്യൂ അക്കൗണ്ട്, ബി ഇൻകം സ്റ്റേറ്റ്മെന്റ്, സി ബാലൻസ് ഷീറ്റ്, ഡി ട്രേഡിംഗ് അക്കൗണ്ട്. സോ ഇത് ക്യാപിറ്റൽ റെസിപ്റ്റ് എന്തിനെ എഫക്ട് ചെയ്യുക? ദാറ്റ് ഈസ് ബാലൻസ് ഷീറ്റ് ആണ് ഓപ്ഷൻ സി. ഓക്കെ, അടുത്തതാണ് ഗവൺമെന്റ് ഗ്രാന്റ് ഫോർ കൺസ്ട്രക്ഷൻ ഓഫ് സ്കൂൾ ബിൽഡിംഗ്. സോ ഒരു സ്കൂൾ ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യാൻ ഗവൺമെന്റ് ഗ്രാന്റ് കൊടുക്കുന്നതിന് എന്താ പറയുക? ഓപ്ഷൻ എ റവന്യൂ റെസിപ്റ്റ്, ബി ക്യാപിറ്റൽ റെസിപ്റ്റ്, സി ഡെഫേർഡ് റവന്യൂ, ഡി മിസലേനിയസ് റെസിപ്റ്റ്. സോ എന്താണ്? ഓപ്ഷൻ ബി ആണ് ക്യാപിറ്റൽ റെസിപ്റ്റ്. സോ എന്തൊക്കെയാണ് ക്യാപിറ്റൽ റവന്യൂ റെസിപ്റ്റ് എന്തൊക്കെയായിരുന്നു? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് എ ക്യാപിറ്റൽ റെസിപ്റ്റ്. ഇതിൽ ഏതാണ് ക്യാപിറ്റൽ റെസിപ്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്? ദാറ്റ് ഈസ് ഡൊണേഷൻ ഫോർ ബിൽഡിംഗ് ലാൻഡ്. നെക്സ്റ്റ് റവന്യൂ റെസിപ്റ്റ് ആർ യൂഷ്വലി എന്തായിരുന്നു? റെക്കറിംഗ് ഇൻ നേച്ചർ ആണ്. നെക്സ്റ്റ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ റവന്യൂ റെസിപ്റ്റ്. റവന്യൂ റെസിപ്റ്റ് അല്ലാത്തത് എന്താണെന്ന് ചോദിച്ചിരിക്കുന്നത്? സെയിൽ ഓഫ് ഓൾഡ് അസറ്റ് ആണ്. നെക്സ്റ്റ് ക്യാപിറ്റൽ റെസിപ്റ്റ് എന്തിനെ എഫക്ട് ചെയ്യുന്ന ചോദിച്ചിരിക്കുന്നത്? ദാറ്റ് ഈസ് ബാലൻസ് ഷീറ്റ്. നെക്സ്റ്റ് ഗവൺമെന്റ് ഗ്രാന്റ് ഫോർ കൺസ്ട്രക്ഷൻ ഓഫ് സ്കൂൾ ബിൽഡിംഗ് എന്ന് പറയുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ക്യാപിറ്റൽ റെസിപ്റ്റ്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാം ക്യാപിറ്റൽ ആൻഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ റിലേറ്റ് ചെയ്തിട്ട്. ഓക്കെ, സോ നമുക്ക് നോക്കാം ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ റിസൾട്ട് ഇൻ. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ അത് എന്തായിരിക്കും അതിന്റെ റിസൾട്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത്? ഓപ്ഷൻ എ ഇൻക്രീസ് ഇൻ ലൈബിലിറ്റി, ബി റിഡക്ഷൻ ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ, സി അക്വിസിഷൻ ഓഫ് അസറ്റ്, ഡി ഇൻക്രീസ് ഇൻ റവന്യൂ. സോ നമ്മുടെ ആൻസർ എന്ന് പറയുമ്പോൾ എന്താണ്? ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്തിനായിരിക്കും എഫക്ട് ചെയ്യുക? ദാറ്റ് ഈസ് അസറ്റ് പർച്ചേസ് ചെയ്യുമ്പോഴാണ്. അക്വിസിഷൻ വെച്ചാൽ അതിന്റെ അർത്ഥം എന്താണ്? പർച്ചേസിങ് എന്നാണ് മീനിങ് കേട്ടോ. ഇനി നെക്സ്റ്റ് ആണ് വേജസ് പെയ്ഡ് ഫോർ ഇൻസ്റ്റാളേഷൻ ഓഫ് മെഷീൻ. ഒരു മെഷീൻ ഇൻസ്റ്റാൾ ചെയ്യാൻ വേജസ് കൊടുക്കുന്നതിനാണ് എന്താ പറയാ? ഓപ്ഷൻ എ റവന്യൂ എക്സ്പെൻഡിച്ചർ, ബി ഡെഫേർഡ് എക്സ്പെൻഡിച്ചർ, സി ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ, ഡി ഓപ്പറേറ്റിംഗ് കോസ്റ്റ്. സോ ഒരു മെഷീൻ ഇൻസ്റ്റാൾ ചെയ്യാൻ വേജസ് കൊടുത്തു കഴിഞ്ഞാൽ എന്താ പറയാ? ദാറ്റ് ഈസ് ഓപ്ഷൻ സി ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ റവന്യൂ എക്സ്പെൻഡിച്ചർ. ഇതിൽ ഏതാണ് റവന്യൂ എക്സ്പെൻഡിച്ചർ ചോദിച്ചിരിക്കുന്നത്? ഓപ്ഷൻ എ പർച്ചേസ് ഓഫ് ലാൻഡ്, ബി റിപ്പയേഴ്സ് ആൻഡ് മെയിൻ്റനൻസ്, സി കൺസ്ട്രക്ഷൻ ഓഫ് ബിൽഡിംഗ്, ഡി മെഷീനറി പർച്ചേസിൽ ഏതാണ് റവന്യൂ എക്സ്പെൻഡിച്ചർ എന്നാണ് ചോദിച്ചിരിക്കുന്നത്? ദാറ്റ് ഈസ് ഓപ്ഷൻ ബി ആണ് റിപ്പയേഴ്സ് ആൻഡ് മെയിൻ്റനൻസ്. ഓക്കെ,
ഇനി നെക്സ്റ്റ് ആണ് ദാറ്റ് ഈസ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ പ്രൊവൈഡ് എ ബെനിഫിറ്റ്. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ബെനിഫിറ്റ് എങ്ങനെയായിരിക്കും പ്രൊവൈഡ് ചെയ്യുക? ഓപ്ഷൻ എ 1 ഇയർ, ബി ലെസ് ദാൻ എ ഇയർ, സി മോർ ദാൻ 1 അക്കൗണ്ടിങ് ഇയർ, ഡി 3 months. സോ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് മോർ ദാൻ 1 അക്കൗണ്ടിങ് ഇയർ, ഓപ്ഷൻ സി ആണ്. നെക്സ്റ്റ് ലീഗൽ ചാർജ് പെയ്ഡ് ഫോർ അക്വിസിഷൻ ഓഫ് പ്രോപ്പർട്ടീസ് ക്ലാസിഫൈഡ് ആസ്. ഒരു പ്രോപ്പർട്ടി അക്വിസിഷൻ ചെയ്യാൻ വേണ്ടി ലീഗൽ ചാർജ് പേ ചെയ്യാണ്. സോ ഓപ്ഷൻ എ റവന്യൂ എക്സ്പെൻഡിച്ചർ, ബി ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ, സി ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ, ഡി പ്രിലിമിനറി എക്സ്പെൻഡിച്ചർ. നമ്മുടെ ആൻസർ എന്താണ്? ഓപ്ഷൻ ബി ആണ്, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. ഓക്കെ, സോ എന്തൊക്കെയായിരുന്നു? ദാറ്റ് ഈസ് ക്യാപിറ്റൽ റവന്യൂ എക്സ്പെൻഡിച്ചർ. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ റിസൾട്ടിന് എന്തായിരുന്നു? അക്വിസിഷൻ ഓഫ് അസെറ്റ്. നെക്സ്റ്റ് വേജസ് പെയ്ഡ് ഫോർ ഇൻസ്റ്റലേഷൻ ഓഫ് മെഷീൻ എന്ന് പറയുമ്പോൾ എന്തായിരുന്നു? ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് റവന്യൂ ഓർ എക്സ്പെൻഡിച്ചർ എന്ന് പറയുമ്പോൾ എന്താണ്? റിപ്പയർസ് ആൻഡ് മെയിൻ്റനൻസ്. ഓക്കെ, നെക്സ്റ്റ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ പ്രൊവൈഡ് ബെനിഫിറ്റ് ഫോർ ആർക്ക് കൊടുക്കാം? മോർ ദാൻ 1 അക്കൗണ്ടിങ് ഇയറിൽ. നെക്സ്റ്റ് ലീഗൽ ചാർജ് പെയ്ഡ് ഫോർ അക്വിസിഷൻ ഓഫ് പ്രോപ്പർട്ടി എന്ന് പറയുമ്പോൾ എന്തായിരുന്നു? ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് വോയേജ് അക്കൗണ്ട്. വോയേജ് അക്കൗണ്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കിയതിന് ശേഷം പ്രോബ്ലത്തോട്ട് കിടക്കാം. ഓക്കെ, സോ ശ്രദ്ധിക്കുക. വോയേജ് അക്കൗണ്ട് ഈസ് പ്രിപ്പയർഡ് ടു അസർട്ടൈൻ. വോയേജ് അക്കൗണ്ട് എന്തിനാണ് പ്രിപ്പയർ ചെയ്യണമെന്ന് വെച്ചാൽ ഓപ്ഷൻ എ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്, ബി പ്രോഫിറ്റ് ഓർ ലോസ് ഫ്രം സിംഗിൾ വോയേജ്, ഓപ്ഷൻ സി നെറ്റ് പ്രോഫിറ്റ് ഓഫ് ദ കമ്പനി, സി ഫ്രൈറ്റ് റവന്യൂ ഓൺലി. സോ വോയേജ് അക്കൗണ്ട് എന്തിനാ പ്രിപ്പയർ ചെയ്യണമെന്ന് വെച്ചാൽ ദാറ്റ് ഈസ് ഇറ്റ് ഈസ് ടു ഡിറ്റർമൈൻ ദി പ്രോഫിറ്റ് ഓർ ലോസ് ഫ്രം എ സിംഗിൾ വോയേജ്. ഓപ്ഷൻ ബി ആണ്. ഓക്കെ, നെക്സ്റ്റ് ആണ് വോയേജ് അക്കൗണ്ട് ഈസ് എ ടൈപ്പ് ഓഫ്. വോയേജ് അക്കൗണ്ട് എന്ന് പറയുമ്പോൾ ഏത് ടൈപ്പ് ആണ്? ഓപ്ഷൻ എ റിയൽ അക്കൗണ്ട്, ബി നോമിനൽ അക്കൗണ്ട്, സി പേഴ്സണൽ അക്കൗണ്ട്, ഡി സസ്പെൻസ് അക്കൗണ്ട്. വോയേജ് അക്കൗണ്ട് എന്ന് പറയുമ്പോൾ എന്ത് അക്കൗണ്ട് ആണ്? ബി നോമിനൽ അക്കൗണ്ട് ആണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ക്രെഡിറ്റഡ് ഇൻ വോയേജ് അക്കൗണ്ട്. വോയേജ് അക്കൗണ്ടിൽ ഇതിൽ ഏതാണ് ക്രെഡിറ്റ് ചെയ്യാന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ആക്ച്വലി നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഓപ്ഷൻ എ പോർട്ട് ചാർജസ്, ബി സാലറീസ് ഓഫ് ക്രൂ, സി ഫ്രൈറ്റ് കളക്ടഡ്, ഡി ബങ്കർ ഫ്യൂൽ കോസ്റ്റ്. സോ എന്തായിരുന്നു ഇതിൽ ഏതാണ് ക്രെഡിറ്റ് ചെയ്യുക വോയേജ് അക്കൗണ്ട് വെച്ചാൽ ഫ്രൈറ്റ് കളക്ടഡ് ആണ്. ഓക്കെ, സോ എന്താണ്? ഓപ്ഷൻ സി ആണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് എക്സ്പെൻസ് ഇൻകേർഡ് ഫോർ റണ്ണിങ് എ വോയേജ്. ഒരു വോയേജ് റൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ എക്സ്പെൻസ് ഇൻകർ ചെയ്യുന്നതിന് പറയുന്നത് എന്താണ്? ഓപ്ഷൻ എ അസറ്റ്, ബി ലയബിലിറ്റീസ്, സി ഡെബിറ്റഡ് ടു വോയേജ് അക്കൗണ്ട്, ഡി ക്രെഡിറ്റഡ് ടു വോയേജ് അക്കൗണ്ട്. സോ ഓപ്ഷൻ ബി ആണ്. എക്സ്പെൻസ് ഒരു വോയേജ് റൺ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എക്സ്പെൻസ് ഇൻകർ ചെയ്ത് കഴിഞ്ഞാൽ അത് വോയേജ് അക്കൗണ്ടിലോട്ട് ഡെബിറ്റ് ആണ് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് ആണ് ബാലൻസ് ഓഫ് എ വോയേജ് അക്കൗണ്ട് ഈസ് ട്രാൻസ്ഫേർഡ് ടു. വോയേജ് അക്കൗണ്ടിൽ വരുന്ന ബാലൻസ് എവിടേക്കാണ് ട്രാൻസ്ഫർ ചെയ്യുന്ന ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബി ബാലൻസ് ഷീറ്റ്, സി ട്രേഡിംഗ് അക്കൗണ്ട്, ഡി ക്യാപിറ്റൽ അക്കൗണ്ട്. വോയേജ് അക്കൗണ്ടിലെ ബാലൻസ് എവിടെ ട്രാൻസ്ഫർ ചെയ്യുക? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടാണ്, ഓപ്ഷൻ എ. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് ഫ്രൈറ്റ് റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ഫോർ എ വോയേജ് നോട്ട് യെറ്റ് സ്റ്റാർട്ടഡ്. അതായത് ഫ്രൈറ്റ് റിസീവ് ചെയ്തിരിക്കുകയാണ് അഡ്വാൻസ് ആയിട്ട് തന്നെ വോയേജിൽ, പക്ഷെ അവിടെ എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. സോ ഓപ്ഷൻ എ റവന്യൂ, ബി അസറ്റ്, സി ലയബിലിറ്റി, ഡി ക്യാപിറ്റൽ റിസീപ്റ്റ്. ആക്ച്വലി എന്താണ്? ഓപ്ഷൻ സി ലയബിലിറ്റി ആണ്. ഫ്രൈറ്റ് അഡ്വാൻസ് ആയിട്ട് പക്ഷെ അവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവില്ല. ഓക്കെ, അടുത്തതാണ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ഡെബിറ്റഡ് ടു വോയേജ് അക്കൗണ്ട്. ഇത് വോയേജ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യാത്ത ഏതാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ പോർട്ട് ചാർജസ്, ബി ലോഡിംഗ് ആൻഡ് അൺലോഡിംഗ് ചാർജസ്, സി ഫ്രൈറ്റ് റിസീവ്, ഡി ക്രൂ വേജസ്. സോ ഏതാണ് ഡെബിറ്റ് ചെയ്യാതെ നോട്ട് ഡെബിറ്റഡ് ടു വോയേജ് അക്കൗണ്ട് എന്ന് പറയുമ്പോൾ എന്താണ്? ഫ്രൈറ്റ് റിസീവ്ഡ് ആണ്, ഓപ്ഷൻ സി. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് ദ ടേം ബങ്കർ ഇൻ വോയേജ് ഇൻ അക്കൗണ്ടിങ് എന്ന് വെച്ചാൽ എന്താണ്? ഓപ്ഷൻ എ ഷിപ്പ് റിപ്പയേഴ്സ്, ബി ഫ്യൂവൽ യൂസ്ഡ് ഫോർ ദ വോയേജ്, സി ക്രൂ സാലറി, ഡി ഷിപ്പ് സ്റ്റോറേജ് ചാർജസ്. അപ്പൊ എന്താണ് ആൻസർ? ബി ആണ്, ഫ്യൂവൽ യൂസ്ഡ് ഫോർ ദ വോയേജ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് വെൻ എ ഷിപ്പ് ക്യാരീസ് കാർഗോ ഫോർ അതേഴ്സ് ആൻഡ് ഏൺ ഇൻകം. ഒരു ഷിപ്പിൽ കാർഗോ ഉണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി, സോ അതിലൂടെ ഇൻകം ഏൺ ചെയ്യുന്നുണ്ട്. സോ അതിനെ പറയുന്നതാണ് എന്ത്? എ പാസഞ്ചർ ഇൻകം, ബി ഫ്രൈറ്റ് ഇൻകം, സി ചാർട്ടർ ഇൻകം, ഡി വോയേജ് ഇൻകം. സോ നമ്മുടെ ആൻസർ എന്ന് പറയുമ്പോൾ എന്താണ്? വെൻ എ ഷിപ്പ് ക്യാരി കാർഗോ ഫോർ അതേഴ്സ് ആൻഡ് ഏൺ ഇൻകം എന്ന് വെച്ചാൽ ഓപ്ഷൻ ബി ആണ്, ദാറ്റ് ഈസ് ഫ്രൈറ്റ് ഇൻകം. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് if a voyage is incomplete at the end of the year, the related income and expenses are shown as. അത് voyage ഇപ്പോൾ incomplete ആയിട്ട് end of the year. സോ അവിടുത്തെ ഇൻകം ആൻഡ് എക്സ്പെൻസ് എങ്ങനെ ഷോൺ ചെയ്യുക? ഓപ്ഷൻ എ നെറ്റ് ലോസ്, ബി അഡ്വാൻസ് ബുക്കിംഗ്, സി വർക്ക് ഇൻ പ്രോഗ്രസ്, ഡി ട്രാൻസ്ഫർ ടു സസ്പെൻസ്. അപ്പം നമ്മുടെ ആൻസർ എന്താണ്? വർക്ക് ഇൻ പ്രോഗ്രസ് ആണ്, ഓപ്ഷൻ സി. ഓക്കെ, സോ വോയേജ് ഇപ്പോൾ ഇൻകംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ അവിടെ അതിന് റിലേറ്റ് ചെയ്തിട്ടുള്ള ഇൻകം എക്സ്പെൻസ് എവിടെ കാണിക്കുക എന്ന് വെച്ചാൽ സിയിലാണ് കാണിക്കുക, വർക്ക് ഇൻ പ്രോഗ്രസ്. ഓക്കെ, സോ വർക്ക് ഇൻ പ്രോഗ്രസ്സിലാണ് കാണിക്കുക. സോ അതിൻ്റെ ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലം നമുക്ക് നോക്കാം വോയേജ് അക്കൗണ്ടിന്. ആക്ച്വലി നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് മിസ് ഓഷ്യൻ ലിമിറ്റഡ് സെൻഡ് ഇറ്റ്സ് ഷിപ്പ് ഓൺ എ വോയേജ് ഫ്രം മുംബൈ ടു ദുബായ് ആൻഡ് ബാക്ക്. സോ ആക്ച്വലി ഷിപ്പ് സെൻഡ് ചെയ്യുകയാണ് മുംബൈയിൽ നിന്ന് ദുബായിലോട്ട് പിന്നെ തിരിച്ചോട്ട്.
സോ ഫോളോയിങ് ഇൻഫർമേഷൻ ഇസ് അവൈലബിൾ. തന്നിരിക്കുന്ന ഇൻഫർമേഷൻ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഫ്രൈറ്റ് കളക്റ്റഡ് 1,50,000 ഔട്ട് ബോണ്ട്. നെക്സ്റ്റ് ഫ്രൈറ്റ് കളക്റ്റഡ് റിട്ടേൺ 1,20,000. നെക്സ്റ്റ് പോർട്ട് ചാർജസ് ഈസ് ഈക്വൽ ടു 10,000. ഫ്യൂവൽ ദറ്റ് ഈസ് ബങ്കർ ഈക്വൽ ടു 30,000. ക്രൂ വേജസ് ഈക്വൽ ടു 20,000. പ്രൊവിഷൻസ് ഈസ് ഈക്വൽ ടു 5,000. depreciation of ship is equal to 8,000. Insurance is equal to 2,000. You are required to prepare voyage account and find profit or loss account. നിങ്ങൾ voyage account പ്രിപ്പയർ ചെയ്യണം, പ്രോഫിറ്റ് ആൻഡ് ലോസും പ്രിപ്പയർ ചെയ്യണം, ഫൈൻഡ് ഔട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് ആദ്യം നോക്കാം. ആക്ച്വലി നമ്മൾ ഏതൊക്കെയാണ് ഇൻകംസ് ഫുള്ളായിട്ട് ആഡ് ചെയ്യാം. ഏതൊക്കെ ഇൻകം പറഞ്ഞാൽ ഫ്രൈറ്റ് കളക്റ്റഡ് ആണ്, ഔട്ട് ബോണ്ട് റിട്ടേൺ ദാറ്റ് ഈസ് 1,50,000 പ്ലസ് 1,20,000. അപ്പോൾ 1,50,000 പ്ലസ് 1,20,000 എത്രയാണ്? 2,70,000. ഓക്കെ. നെക്സ്റ്റ് എക്സ്പെൻസ് എല്ലാം ആഡ് ചെയ്യാം. പോർട്ട് ചാർജസ്, ഫ്യൂവൽ, ക്രൂ വേജസ്, പ്രൊവിഷൻ, ഡിപ്രീസിയേഷൻ, ഷിപ്പ്, ഇൻഷുറൻസ്. ദാറ്റ് ഈസ് 30,000 പ്ലസ് 20,000 എത്രയാണ്? 50,000. 50,000 പ്ലസ് 5,000 55,000. 55,000 പ്ലസ് 8,000 63,000. 63,000 പ്ലസ് 2 എത്രയാണ്? 65,000. അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ടത് എന്തൊക്കെയാണ്? അതായത് പോർട്ട് ചാർജസ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ 75,000 പോർട്ട് ചാർജസ് പറയുമ്പോൾ 10,000 ആണ്. സോ അപ്പോൾ 10,000 പ്ലസ് 30 എത്രയാണ്? 40. 40 പ്ലസ് 20 60. 60 പ്ലസ് 5 65. 65 പ്ലസ് 8 എന്ന് പറയുമ്പോൾ എത്രയാണ് വരിക? ദാറ്റ് ഈസ് 73. 73 പ്ലസ് 2 പറയുന്നത് 75,000. ഓക്കെ. ഇൻഷുറൻസ് ഇത് ഫുള്ളായിട്ട് നമ്മൾ നോക്കണം കേട്ടോ. അതാ 10 30 25 82. 10 30 25 82. അപ്പോൾ നമ്മൾ ടോട്ടൽ എക്സ്പെൻസ് എല്ലാം ആഡ് ചെയ്തു. ഓക്കെ. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ ചെയ്തത്? ഇൻകം, ക്രെഡിറ്റ് സൈഡിലുള്ള ഇൻകം എല്ലാം ആഡ് ചെയ്തു. അതായത് ഫ്രൈറ്റ്, ഔട്ട് ബോണ്ട് പ്ലസ് റിട്ടേൺ നമ്മൾ ചെയ്തു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്തു? എക്സ്പെൻസ് എല്ലാം ആഡ് ചെയ്തു. ഓക്കെ. ഇനി നമുക്ക് നോക്കാം അടുത്തത് നമ്മൾ എങ്ങനെ സൊല്യൂഷൻ കാൽക്കുലേറ്റ് ചെയ്യാന്ന് വെച്ചാൽ ഫസ്റ്റ് വോയേജ് അക്കൗണ്ടിൽ നമ്മൾ എങ്ങനെ ഫോർമാറ്റ് എഴുതാം? പർട്ടിക്കുലർസ് എമൗണ്ട് എന്ന് എഴുതും. ക്രെഡിറ്റ് സൈഡിൽ എന്തൊക്കെയായിരുന്നു? ഫ്രൈറ്റ് ഇൻകംസ് എന്തൊക്കെയാ? ഫ്രൈറ്റ് ഔട്ട് ബോണ്ടും വരും, ഫ്രൈറ്റ് റിട്ടേൺ വരും. അപ്പോൾ എന്താ മനസ്സിലാക്കുക? 1,50,000 1,20,000 രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ എത്ര വരാം? 2,70,000. അതേപോലെ പോർട്ട് ചാർജ്, ഫ്യൂവൽ, ക്രൂ വേജസ്, പ്രൊവിഷൻ, ഡിപ്രീസിയേഷൻ, ഇൻഷുറൻസ് ഇത് ഫുള്ളും ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര വരിക? നമ്മളിപ്പോൾ ചെയ്ത പോലെ 75,000 വരും. അപ്പോൾ നിങ്ങൾ എന്താ മനസ്സിലാക്കേണ്ടത്? എങ്ങനെ 1,95,000 വരിക എന്ന് വെച്ചാൽ 2,70,000 മൈനസ് നമ്മൾ എന്ത് ചെയ്യണം? ദാറ്റ് ഈസ് നമുക്കിപ്പോൾ കിട്ടിയ 75,000. മനസ്സിലായോ? അപ്പോൾ നമ്മൾ അത് കറക്റ്റായിട്ട് നോക്കണം. അപ്പോൾ എത്രയാണ്? ഈ 1,000 ഇറക്കി എഴുതി. അപ്പോൾ 10 നിന്ന് 5 പോയാൽ എത്രയാണ്? 5 ആണ്. അപ്പോൾ അതുപോലെ എന്താണ് നെക്സ്റ്റ് എന്ത് വരും? ദാറ്റ് ഈസ് 9 വരും. 1,95,000 ആയി വരും. കാരണം എന്താണ്? 1,95,000 plus 75,000 2,70,000. 2,70,000 മൈനസ് 75,000 എത്ര വരിക? 1,95,000. അപ്പം നമ്മുടെ നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ എത്ര കിട്ടി? 1,95,000. മനസ്സിലായോ? ആക്ച്വലി നമ്മുടെ ക്വസ്റ്റ്യനിൽ എന്താണോ തന്നിരിക്കണേന്ന് ആദ്യം ചെക്ക് ചെയ്യുക. ഇവിടെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചാൽ തന്നെ മനസ്സിലാകും. ഇവിടെ നമുക്ക് എന്താ പറഞ്ഞിട്ടുള്ളത്? അതായത് മുംബൈയിൽ നിന്നും ദുബായിലോട്ട് വോയേജ് പോകുകയാണ്, തിരിച്ച് ബാക്കിലോട്ടും പോകും. സോ ഫോളോയിങ് ഇൻഫർമേഷൻ ഇവിടെ നമുക്കിവിടെ ഫ്ലൈറ്റ് കളക്റ്റഡ് ഔട്ട് ബോണ്ട് റിട്ടേണും തന്നിട്ടുണ്ട്, അതേപോലെ എക്സ്പെൻസ് തന്നിട്ടുണ്ട്. അതായത് പോർട്ട് ചാർജ്, ഫ്യൂവല്, ക്രൂ വേജസ്, പ്രൊവിഷൻ, ഡിപ്രീസിയേഷൻ, ഇൻഷുറൻസ് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇത് ബേസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യേണ്ടത്? വോയേജ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യേണ്ടത്. സോ ഇത് നമ്മൾ ചെയ്യുന്ന സമയത്ത് ഇൻകംസ് ആഡ് ചെയ്യുക, ഫ്ലൈറ്റ് ഔട്ട് ബോണ്ട് റിട്ടേണും ആഡ് ചെയ്യുക, എക്സ്പെൻസ് ആഡ് ചെയ്യുക ഡെബിറ്റ് സൈഡ്, ടോട്ടൽ എക്സ്പെൻസ് ചെയ്യുക, ടോട്ടൽ ഇൻകം ചെയ്യുക. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക? അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുക. ഓക്കെ. എന്നിട്ട് ബാലൻസ് ചെയ്യുക. ഓക്കെ. അപ്പോൾ നമുക്ക് നെറ്റ് പ്രോഫിറ്റ് കിട്ടും. സോ ഇന്നത്തെ നമ്മൾ എടുത്ത ക്ലാസ് എന്ന് പറയുന്നത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ശ്രദ്ധിക്കണം. നമ്മൾ എടുത്തത് ബിൽ ഓഫ് എക്സ്ചേഞ്ച്, പ്രോമിസറി നോട്ട്, ചെക്ക്, കൈൻഡ്സ് ഓഫ് ബില്ല്, പാർട്ടീസ് ടു എ ബില്ല്, മെച്യൂരിറ്റി ഓഫ് എ ബില്ല്, പിന്നെ അതിനുശേഷം നമ്മൾ എടുത്ത എൻഡോഴ്സ്മെന്റ്, കൈൻഡ്സ് ഓഫ് എൻഡോഴ്സ്മെന്റ്, ടൈപ്സ് ഓഫ് ക്രോസിംഗ്, ഇത്രയും നമ്മൾ ഡിസ്കസ് ചെയ്തു. അതിനുശേഷം നമ്മൾ നേരെ പോയത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്, ക്യാപിറ്റൽ റവന്യൂ റെസിപ്റ്റ്, ക്യാപിറ്റൽ റവന്യൂ എക്സ്പെൻഡിച്ചർ, വോയേജ് അക്കൗണ്ട്, അതിന്റെ പ്രോബ്ലം. ഇതാണ് ഇന്നത്തെ അടുത്ത ക്ലാസ്. സോ ഇനിയുള്ള നമുക്ക് വളരെ വാല്യുബിൾ ആയിട്ട് ഡേയ്സ് ആണ് ഉള്ളത്. സോ ഒരുപാട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമ്മുടെ ടോപ്പിക് ബേസ് ചെയ്തിട്ടുള്ള ഒത്തിരി നന്നായിരുന്ന അതിൻ്റെ ബേസ് ചെയ്തിട്ടുള്ള ടോപ്പിക്സ് നന്നായി പഠിക്കുക. നെക്സ്റ്റ് ലൈവ് ക്ലാസ് നിങ്ങൾക്ക് ഇൻഷാല്ല മൺഡേ ആയിരിക്കും ഉണ്ടാവുക. സോ മൺഡേ കറക്റ്റായിട്ട് തന്നെ ക്ലാസ്സിൽ വരിക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എനിക്ക് വാട്സപ്പ് ചെയ്യാം. ഓക്കെ. സോ താങ്ക് യു ആൾ. അതേപോലെ ദുർഗയ്ക്ക് ക്ലിയർ ആയോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? Okay. Okay, thank you.